Welcome to all. Today we are going to take BPAG 172. Today we are going to take BPAG 172. Greeting to all. BPAG 172, that is in respect of governance, issues and challenges. അതാണ് ടോപ്പിക്. BPAG 172. ഓക്കെ, ഗവേണൻസ് ഇഷ്യൂസ് ആൻഡ് ചാലഞ്ചസ്. അപ്പൊ അതില് ടോട്ടൽ ഈ കോഴ്സില് 4 ബ്ലോക്കാണ് ഉള്ളത്. 15 യൂണിറ്റ് ഉണ്ട്. 4 ബ്ലോക്ക് 15 യൂണിറ്റ് ഉണ്ട്. ആദ്യത്തെ ഇതില് ഗവൺമെന്റ് ബ്ലോക്ക് 1 ഗവൺമെന്റ് ആൻഡ് ഗവേണൻസ്. ഗവൺമെന്റ് മാത്രം പോരല്ലോ, അതിന്റെ ഗവേണൻസ്, ഭരണം. ഗവൺമെന്റ് മാത്രം പോരല്ലോ, ഭരണം നിങ്ങൾക്കറിയാമല്ലോ. ഓരോ ഗവൺമെന്റ് ഉണ്ടായാൽ അത് എങ്ങനെ ഭരിക്കുന്നതെന്ന് കൂടി അറിയണ്ടേ. അത് ഈ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ, ഗവേണൻസ് എന്ന് പറഞ്ഞാൽ വെറും ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് മാത്രമല്ല, അത് കോർപ്പറേറ്റിനും ബാധകമാണ് കേട്ടോ. അപ്പൊ ഗവൺമെന്റ് ആൻഡ് ഗവേണൻസ്, ഭരണം. മറ്റേത് ഗവൺമെന്റ്, മറ്റേത് ഭരണം. അതിന്റെ കൺസെപ്റ്റ്, അതിന്റെ ഓരോ ആശയങ്ങൾ. ഓക്കെ, അപ്പൊ യൂണിറ്റ് 1 ഗ്ലോബലൈസേഷൻ, റോൾ ഓഫ് സ്റ്റേറ്റ്, മാർക്കറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. ഗ്ലോബലൈസേഷൻ അതായത് അറിയാലോ നിങ്ങൾക്ക്, റോൾ ഓഫ് സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിന്റെ റോൾ ഓഫ് സ്റ്റേറ്റ് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തല്ല, രാജ്യം, മാർക്കറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി. ഇതാണ് ആദ്യത്തേത്. ഇനി നോക്കൂ, ഇതിലെ ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. എന്താണ് ഗവേണൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയണം. നോക്കൂ, നമ്മുടെ ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കുക, ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് ശ്രീലങ്ക. ഓക്കെ, അവിടെ ഗവൺമെന്റും ഇല്ല, ഗവേണൻസും ഇല്ല. അപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആണ് പറയുന്നത്. നാളെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. 10 ദിവസം മുമ്പേ എന്താ സംഭവിച്ചത് ഞാൻ പറയുന്നില്ല. അതായത് ഇപ്പോ അവിടെ ഗവൺമെന്റും ഇല്ല, ഗവേണൻസും ഇല്ല. മനസ്സിലായോ? അപ്പൊ എന്താണ് കംപ്ലീറ്റ് അനിശ്ചയമായിട്ടുള്ള, അത് കംപ്ലീറ്റ് ജനങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മുഴുവൻ പ്രസിഡന്റിന്റെ പാലസിലും പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലൊക്കെയാണ് ഓക്യുപ്പൈ ചെയ്യുന്നത്. അപ്പൊ ദർ ഇസ് നോ ഗവൺമെന്റ്. ഞാൻ ഇന്നത്തെ കാര്യം പറഞ്ഞത്, നാളത്തെ അല്ല. ഗവൺമെന്റ് ഓർ ഗവേണൻസ്. അപ്പൊ നോക്കൂ, ഒരു ഗവൺമെന്റ് ഗവേണൻസും ഇല്ലെങ്കിൽ ഒരു രാജ്യം എങ്ങനെയാകും എന്നുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നാളെ നന്നായിരിക്കും. നാളെ ലെറ്റ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. കാരണം ജനങ്ങളാണ്, അവരുടെ വിഷമങ്ങളാണ്, അവരെ പോവർട്ടിയാണ്, അവരെ നിർബന്ധിച്ചതാണ്. അതിനെന്താണ് കാരണം? ബാഡ് ഗവേണൻസ്. മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? രാജ്യം മാത്രം പോരാ, ഗവൺമെന്റ് മാത്രം പോരാ, ഭരണം നന്നാകണം. അല്ലെങ്കിൽ കണ്ടോളൂ, വായിച്ചോളൂ എന്താണ് നടക്കുന്നത്. ഇത് പാഠമാണ്, ഓർമ്മിക്കണം. ഇത് ഞാൻ ശ്രീലങ്കയുടെ ഒരു ഉദാഹരണം പറഞ്ഞത്, ഒരു ആ രാജ്യത്തിനോട് നമുക്ക് നല്ല സ്നേഹമുള്ളത് നമ്മുടെ ഇന്ത്യ രാജ്യം, അവരോട് വളരെ സൗഹൃദ മനോഭാവമുള്ള എല്ലാണ്ട്. പക്ഷേ അങ്ങനെ നമുക്ക് അവിടെ വിഷമിക്കുന്ന ജനങ്ങളല്ലേ ഇവിടെ പോവർട്ടി. അവർക്ക് പാവങ്ങള്, ഇങ്ങോട്ടും വരാൻ പറ്റില്ല, അങ്ങോട്ടും വരാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ആണ്. വലിയ പോവർട്ടി. അതേമാതിരി ഒരു ബിരിയാണിക്ക് 900 രൂപ, അതേമാതിരി ഇങ്ങനെ ഒരു ചായക്ക് 400 രൂപ. ഇതേമാതിരിയൊക്കെയാണ് അവിടുത്തെ എക്സ്പെൻഡിച്ചർ. പെട്രോൾ കിട്ടാനേ ഇല്ല. മനസ്സിലായി? സ്കൂളൊക്കെ അടച്ചിറക്കാണ്. പിന്നെ ഇലക്ഷൻ നടത്താൻ നിവൃത്തിയില്ല. ഇലക്ഷൻ നടത്തണ വെച്ചാൽ തന്നെ, ഒരു ഗവൺമെന്റ് ഉണ്ടാക്കണ വെച്ചാൽ തന്നെ ബാലറ്റ് ഇതൊന്നും പ്രിന്റ് ചെയ്യാനുള്ള കാശ് അവരിലില്ല. അതേമാതിരി ഇലക്ട്രിസിറ്റി ഒന്നുമില്ല. അപ്പൊ ഒന്നും ഓടിക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കാൻ പറ്റില്ല, യാതൊന്നും ഓടിക്കാൻ പറ്റില്ല. എവരിവെയർ ഷോർട്ടേജ്. എന്താണ് കാരണം? ബാഡ് ഗവേണൻസ് ഇൻ ദ പാസ്റ്റ്. മനസ്സിലായോ? അതായത് those who were in power earlier, they misused the position and they were not bothered about അവർ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കിയില്ല. അപ്പൊ നമ്മള് അത് ഒരു ഓഫീസ് ആയാലും ശരി, ഗവൺമെന്റ് ആയാലും ശരി, എവിടെയായാലും ശരി, ഗ്രൗണ്ട് റിയാലിറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ജനങ്ങളെ പ്രക്ഷോഭം ഇതേമാതിരി ഉണ്ടാവും. അപ്പൊ കാരണം നിവൃത്തിയില്ല, അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല. മരണം മാത്രമേ ഉള്ളൂ അവർക്ക്, വേറെ അവരുടെ മുമ്പില് ഒന്നിനും വയ്യ. ഹോസ്പിറ്റല് എല്ലാം അടച്ചിറക്കാണ്, ബ്ലഡ് ഇല്ല, ആംബുലൻസിൽ ഓടിക്കണ വെച്ചാൽ പെട്രോൾ ഇല്ല, അല്ലെങ്കിൽ ഡീസൽ ഇല്ല, യാതൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള ഡോക്ടർമാരില്ല. ഡോക്ടർമാർക്ക് അവിടെ എത്താൻ പറ്റുന്നില്ല. കാരണം വണ്ടി ഓടിക്കാൻ, അവരുടെ വണ്ടി ഓടിക്കാൻ വെച്ചാൽ പെട്രോൾ വേണ്ടല്ലേ.
അപ്പോൾ ഹോസ്പിറ്റലും പോകാൻ പറ്റില്ല, ഹോസ്പിറ്റൽ ഡോക്ടറും ഇല്ല, നേഴ്സും ഇല്ല, ഒന്നുമില്ല. അപ്പൊ ഇതിനേക്കാളും കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഗവൺമെന്റ് മാത്രം പോരാ, ഗവേണൻസും വേണമെന്ന് ഇപ്പൊ മനസ്സിലായി. ഇതിൽ ഉദാഹരണം പറയണ്ടല്ലോ. അപ്പോ ഗ്ലോബലൈസേഷൻ, റോൾ ഓഫ് സ്റ്റേറ്റ്, രാജ്യത്തിന്റെ ചുമതല എന്താണ്? നിങ്ങള് യു ടേക്ക് ഞാൻ വിഷയത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ഞാൻ പറയാം, കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് ഗവേണൻസ് ഇല്ലെങ്കിൽ എങ്ങനെയാണെന്ന്. ഇനി ടേക്ക് സോമാലിയ, ശരി, ഉഗാണ്ട, നൈജീരിയ, അതേമാതിരിയുള്ള പല 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 ഇറാഖ്. നല്ല സ്റ്റെബിലിറ്റി ഗവൺമെന്റിന് ഇല്ല, ഗവേണൻസ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം ജനങ്ങളെ ബാധിക്കും. അവിടുത്തെ ഡെവലപ്മെന്റ് പ്രോഗ്രാം ബാധിക്കും. പോവർട്ടി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇതൊക്കെ അഫക്ട് ചെയ്യും. അതിനാണ് പ്രോപ്പർ ഗവേണൻസും അത് ഹാൻഡിൽ ചെയ്യുന്ന ആരായാലും ശരി, അവര് നല്ല ഗവൺമെന്റും നല്ല വെൽഫെയർ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമേ അതേമാതിരി ഹാപ്പി കൺട്രി ആയിട്ട് പരിണമിക്കൂ. ഒരു ഹാപ്പി ആയിട്ട് നമുക്ക് എത്രയോ രാജ്യങ്ങളുണ്ട് വളരെ ഹാപ്പി. നമ്മുടെ ഇത് ഹാപ്പിനെസ്സിൽ നമ്മുടെ രാജ്യം, കാരണം പോപ്പുലേഷൻ കൂടുതൽ കുറച്ച് പിന്നിലാണ്. നമ്മൾ കഴിയുന്നത് നല്ല നല്ല ഗവൺമെന്റും ഒക്കെയാണ് നമ്മുടെ സ്റ്റേറ്റിലും ഗവൺമെന്റിലൊക്കെ ഉള്ളത്. ഈവൻ ഇൻ ദ past also, now also, we were lucky that type of things are required for the welfare of the people. Also, a strong government can give effectively do the governance either in the country or in the state. Globalization, ഇനി ലോകത്തിലെ നടക്കുന്ന കാര്യങ്ങളും ഗ്ലോബലൈസേഷൻ, റോൾ ഓഫ് സ്റ്റേറ്റ്, മാർക്കറ്റ്, സിവിൽ സൊസൈറ്റി. ഇനി ഞാൻ ശ്രീലങ്കയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇപ്പൊ എന്താണ് പറ്റുന്നത് വെച്ചാൽ, ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. അതായത് നമ്മൾ ജനങ്ങളെ നോക്കിയിട്ട് നമ്മൾ അവരുടെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കാതെ പ്രവർത്തിച്ചാൽ ഉള്ള ഫലമാണ് ഇത് പറയുന്നത്. അപ്പൊ ഓരോരോ ഭരണാധികാരിയും ഓർക്കണം, അതായത് നമ്മൾ സെൽഫ് പബ്ലിസിറ്റിക്കോ അല്ലെങ്കിൽ നമ്മുടെ കാര്യം മാത്രം സെൽഫിഷ് കാര്യങ്ങളോ ചെയ്താൽ അനുഭവം ഇതേമാതിരിയാവും ചില സമയത്ത്. അപ്പോ നമ്മുടെ ലീഡേഴ്സ് ആരായിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ, പ്രസന്റ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ജനങ്ങളുടെ താല്പര്യം ജനങ്ങളാണ് എല്ലാം. അവരാണ് ആളുകളെ സെലക്ട് ചെയ്യുന്നത്, ഏത് ഗവൺമെന്റ് എവിടെയായാലും. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. യെസ്, ഇൻട്രൊഡക്ഷൻ. അതെ, ഇവിടെ ഒരു പോയിന്റ് കൂടി ഞാൻ പറയാനുള്ളത്. ഇപ്പൊ നമ്മൾ ഗവൺമെന്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ഇത് നോക്കൂ, മറ്റേ ഇതില് എന്താ പറയണ്ടത്, കമ്പനി നോക്കൂ. യു ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പിലെ 100-100ഓളം എത്രയോ കമ്പനി ഉണ്ട്. വളരെ ഓൾഡസ്റ്റ് ആൻഡ് ഏറ്റവും മോശം റിപ്പോർട്ടഡ് ആയുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഹൗസ് ആണ് ഇന്ത്യയിലത്തെ ടാറ്റ. മറ്റുള്ളതല്ലാന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. അവരുടെ ഗവേണൻസ് നോക്കിക്കോളൂ. ഏതെങ്കിലും ടാറ്റ കമ്പനിയിൽ അധികം കൂടുതൽ സ്ട്രൈക്ക് ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്താ കാരണം? എഫക്റ്റീവ് ഗവൺമെന്റ് ഗവേണൻസ്. അപ്പൊ ഗവൺമെന്റ് മാത്രമല്ല ഗവേണൻസ്. കുറേ ഇൻഫർമേഷൻ ഐ എം ജസ്റ്റ് ടെല്ലിങ് യു. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ടിസ്കോ, ടാറ്റ അയൺ സ്റ്റീൽ കമ്പനി, ജംഷഡ്പൂർ. 1921 ശേഷം ഇന്നത്തെ വരെ ഒരു സ്ട്രൈക്ക് അവിടെ ഉണ്ടായിട്ടില്ല. 1921 ശേഷം അവിടെ അധികം സ്ട്രൈക്കോ യാതൊന്നും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ജനങ്ങൾക്ക് അവിടെ എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ജോലി ചെയ്യുന്ന അവിടെ. അവർക്ക് വേണ്ടതെല്ലാം അറിഞ്ഞ് വെൽഫെയറും മറ്റേതൊക്കെ, ഹോസ്പിറ്റലൈസേഷനും അതും ഇതും, കൺവെയൻസും, ഹൗസിംഗ് കോളനിയും, എഡ്യൂക്കേഷനും, ഇതും, അപ്പോൾ റിക്രൂട്ട്മെന്റും, ഇതൊക്കെ അവര് അവിടുത്തെ വർക്കേഴ്സിന് ആണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ഏറ്റവും പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഓർക്കണേ, അതിനപ്പുറത്ത് സെൻട്രൽ ഗവൺമെന്റിന്റെ വേറെയുണ്ട്, ഇന്ത്യൻ അയൺ സ്റ്റീൽ കമ്പനി. അവിടെ ലോസ് ആയിരുന്നു. ഇത് പ്രൈവറ്റ്, ഒരു സ്ട്രൈക്കും ഇല്ലാണ്ട്. അതിനെന്താ കാരണം? സ്ട്രൈക്കിലേക്ക് നല്ല എഫക്റ്റീവ് ലീഡർഷിപ്പ്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ടാറ്റയുടെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, മറ്റുള്ളടത്ത് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെ വിചാരിക്കരുത് ഞാൻ ഒരാളോട് ഫേവർ, അങ്ങനെയല്ല. യു സീ ദാറ്റ് ടിസ്കോ, TCS നോക്കൂ. ടാറ്റ കൺസൾട്ടൻസി നമ്പർ 1 സോഫ്റ്റ്വെയർ കമ്പനി ഇൻ ദ കൺട്രി. അപ്പോ അതിന്റെ ചരിത്രം അറിയാമോ? ഈവൻ 1976 when I know from day 1 onwards, അറിയാവുന്നതാണ് എനിക്ക്. When I was in Bombay, only 3-4 people were working in TCS in Air India building, 6th floor, 7th floor in Peniman Point, Bombay, in 1976.
ഓൺലി ജസ്റ്റ് അവർ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കുറച്ച് മാത്രം ബിൽഡിങ്ങിന്റെ അവിടെ. അത് കഴിഞ്ഞ് മെല്ലെ 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 സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഇന്ന് എത്ര 4 ലക്ഷം എംപ്ലോയീസ് ആണ് വർക്ക് ചെയ്യുന്നത്. അച്ഛാ, നൗ ഇറ്റ് ഹസ് ബിക്കം നമ്പർ 1. പ്രീവിയസ്ലി നമ്മുടെ ഇൻഫോസിസ് ആയിരുന്നു. അങ്ങനെ അങ്ങനെ പോകുന്നു. അതിനൊക്കെ ബീറ്റ് ചെയ്ത് നമ്പർ 1 ആയിട്ട് പരിണമിച്ചു. എങ്ങനെയത്? ഏബിൾ ലീഡർഷിപ്പ്, എഫക്റ്റീവ് മാനേജ്മെന്റ്, ഗുഡ് ഗവേണൻസ്. എംപ്ലോയീസിന് വേണ്ടത് എംപ്ലോയീസിന്, സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതേമാതിരി സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ് എന്ന് വെച്ചാൽ ഒരു വിധത്തിലുള്ള ഒരു പ്രശ്നമില്ലാത്ത, അധികമൊന്നും പ്രശ്നമില്ലാത്ത കമ്പനി. ഒരാളും സ്ട്രൈക്കിനൊന്നും അങ്ങനെ പോകാറില്ല. അപ്പൊ ഈ കാരണം എന്താ വെച്ചാൽ അവര് ഹാപ്പിയാണ്. അവര് കമ്പനി വളരെ 5 ഡേ വീക്ക്, അതേമാതിരി നല്ല ശമ്പളം കൊടുക്കുന്നത്, ബോണസ് കൊടുക്കുന്നതൊക്കെയാണ്. പിന്നെ ഇങ്ങനെ സ്ട്രൈക്കിന് പോകേണ്ട ആവശ്യം ഇതൊക്കെയാണ്. അപ്പൊ ഗവേണൻസ് മനസ്സിലായി എന്താണ്. അതേ പ്രകാരം ഇപ്പൊ ഞാൻ അതേമാതിരി മറ്റുള്ള പല കമ്പനികളുണ്ട് കേട്ടോ. മറ്റുള്ള കമ്പനികളും ഞാൻ പറയാം. അതേമാതിരി എത്രയോ ഉണ്ട്. ഇപ്പൊ ഈ റീസെന്റ് വി കൃഷ്ണമൂർത്തി, അയാള് BHELന്റെ മാരുതിയുടെ ഒക്കെ ചെയർമാനായിരുന്നു. അയാൾക്ക് അധികം ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല. അയാളെ ചാർജ് എടുത്ത സമയത്ത് ആ കമ്പനികളെല്ലാം വലിയ വലിയ പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത്. കമ്പനി നല്ല കമ്പനി. മാരുതിക്കാർ സ്റ്റാർട്ട് ചെയ്ത അയാളാണ്. മാരുതി, BHEL, ദെൻ ബെൽ, സോറി NTPC, അതേമാതിരി എന്താണ് വേറെ ഏതുകൊണ്ട് മറ്റേ 3-4 കമ്പനി ഉണ്ട് അതിലെ മുഴുവൻ. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ്, യെസ്, ദെൻ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ, മാരുതി, ഇതിലൊക്കെ ചെയർമാനായിരുന്നു നമ്മുടെ കൃഷ്ണമൂർത്തി. വി കൃഷ്ണ. അധികം കൂടുതൽ വലിയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടൊന്നുമില്ല. പക്ഷേ അയാളെ ജപ്പാനീസ് സ്റ്റൈൽ മാനേജ്മെന്റും അതും ഇതൊക്കെ കൊണ്ടുവന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് അയാള് നന്നായിട്ട് അതെല്ലാം പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി. അപ്പൊ കണ്ടില്ല ഓരോരുത്തരെ. പക്ഷേ ഇനി ഞാൻ പോസിറ്റീവ് സൈഡ് പറഞ്ഞു, ഇനി നെഗറ്റീവ് സൈഡ് കൂടി എന്ന് പറയട്ടെ. ഒരു കമ്പനി സപ്പോസ് നല്ല കമ്പനി വിചാരിക്കുക, 10 ട്രേഡ് യൂണിയൻ, എത്ര നല്ല കമ്പനി ആയാലും ആ കമ്പനി അധപ്പതനായിരിക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ മാക്സിമം 1 or 2, 1, 2, 3 അല്ലേ ഒരു കമ്പനി പറ്റൂ. ഒരു വീട്ടിൽ ഗൃഹനാഥൻ ഒന്നല്ലേ പറ്റൂ. കാരണം എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റുമോ? മാനേജ്മെന്റ് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ വെച്ചാൽ 10 ആളോട് ചോദിക്കണം. 10 യൂണിയൻ 10 വിധമായിരിക്കും, 10 പൊളിറ്റിക്കൽ പാർട്ടി ആയിരിക്കും. അങ്ങനെയുണ്ട് ചില കമ്പനികൾ. അവസാനം നോ ഇറ്റ് ഹാസ് ബിക്കം many. Even public sector undertaking, they become sick unit now. Previously, highly profit making company, ഇപ്പൊ സിക്ക് യൂണിറ്റ് ആയിട്ട് പരിണമിച്ചിരുന്നു. ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഞാൻ ഉദാഹരണ സഹിതമാണ് പറയുന്നത്. എത്രയോ എനിക്ക് അറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഐ വാസ് ആൾസോ ഇൻ പബ്ലിക് സെക്ടർ undertaking. അത് എത്രയോ പ്രോഫിറ്റ് മേക്കിംഗ്. ഇപ്പൊ ഒറ്റ ഉദാഹരണം ഞാൻ പറയട്ടെ. ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസ്, ബാംഗ്ലൂർ, that was the first public sector undertaking set up by the central government. Public sector undertaking. ഇന്നത്തെ സ്ഥിതി എന്താ? ഇതാണ് സ്ഥിതി. മനസ്സിലായേ? മോഡേണൈസേഷൻ വേണം, പല പല ന്യൂ ടെക്നോളജി പലതും വേണം. HMT വാച്ചസ് ആദ്യം ഉണ്ടാക്കിയത് നമ്മുടെ ഇതാണ്. HMT ആണ് ഉണ്ടാക്കിയത് വാച്ച്. അത് പക്ഷെ അവർ അതേമാതിരി അനലോഗ് മറ്റേതാക്കി എടുത്തു. പക്ഷെ അവർ ഓവർടേക്ക് ചെയ്തു ടൈറ്റാൻ. കണ്ടില്ലേ? അപ്പൊ ഇതൊക്കെ എല്ലാതും അതെ ലീഡർഷിപ്പ്, വിഷൻ, പുതിയ ടെക്നോളജി, പുതിയ ബ്രാൻഡ്, അതേമാതിരി ഇതൊക്കെ അത്യാവശ്യമാണ്. ഇനി ഗ്ലോബലൈസേഷൻ. ഓക്കെ, അപ്പൊ നമ്മളെ നല്ല വിധത്തില് നമ്മളെ ഇപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ എന്താന്ന് വെച്ചാൽ, ഒന്ന് ഗ്ലോബലൈസേഷൻ കൺസെപ്റ്റ്, ലോകത്തിലാകമാനം, കൺസെപ്റ്റൽ ഫ്രെയിം വർക്ക്. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, എവിടെയോട്ട് സംഭവത്തൊക്കെയാണ് കേട്ടോ. എല്ലാം ഇപ്പൊ നോക്കോളൂ, ഗൂഗിൾസ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും, എല്ലാം മിക്കവാറും എല്ലാ ഇതിലും നമ്മുടെ ഇന്ത്യക്കാരാണ്. മനസ്സിലായില്ലേ? പക്ഷെ എഫക്റ്റീവ് ലീഡർഷിപ്പാണ്. കൊക്കോകോള ആയിക്കോട്ടെ, മദ്രാസിലെ ബേസ്ഡ് ലേഡിയാണ് ഉണ്ടായിരുന്നത് എല്ലാം. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പോ ബൈജു നോക്കൂ, ഈവൻ ഹൗ ഹീസ് സക്സീഡഡ് ആക്ച്വലി. മനസ്സിലായില്ലേ? ഈവൻ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ഓഫ് നമ്മുടെ എന്താ പറയണ്ടത് UK, അദ്ദേഹം നമ്മുടെ നാരായണമൂർത്തിയുടെ മകളുടെ ഭർത്താവാണ്. ഓക്കെ, അപ്പോ നല്ല നല്ല ലീഡേഴ്സിനെ നല്ല വിധത്തിൽ പ്രവർത്തിക്കാൻ പറ്റും. ആ ഗവൺമെന്റ് ആയിക്കോട്ടെ, അതേ പ്രകാരം കമ്പനി ആയിക്കോട്ടെ, അത് ഫ്ലറിഷ് ചെയ്യും. നാരായണമൂർത്തി നിങ്ങൾക്ക് അറിയാലോ, ഇൻഫോസിസിന്റെ 5000 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻഫോസിസ്. ഓരോരുത്തരും 5000 രൂപ, 10 പേര് 5000 രൂപ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ 50,000 രൂപ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തതാണ് ഇൻഫോസിസ്. ബാക്കി നിങ്ങൾ ഓർത്താൽ മതി എന്താണെന്ന്. ഓക്കെ, ഇന്നത്തെ സ്ഥിതി എന്താണെന്ന്. ഓക്കെ, രണ്ടാമതാണ് ഇന്ത്യയില്. ഓക്കെ, നോ ഗ്ലോബലൈസേഷൻ, ജെനിസിസ് പറഞ്ഞ ഉൽപ്പത്തി. ഓക്കെ, പെർസ്പെക്റ്റീവ്, വീക്ഷണം. ഗ്ലോബലൈസേഷൻ ദ സ്റ്റേറ്റ്. ഇവിടെ സ്റ്റേറ്റ് പറഞ്ഞ സ്റ്റേറ്റ്
രാജ്യം. ഗ്ലോബലൈസേഷൻ ആൻഡ് ദ മാർക്കറ്റ്. എങ്ങനെയാണ് ഇപ്പോ വേൾഡ് ബിക്കം വെരി സ്മോൾ. കാരണം ബിക്കോസ് ഓഫ് ടെക്നോളജിക്കൽ റെവല്യൂഷൻ, കമ്മ്യൂണിക്കേഷൻ ഇത് വളരെ വളരെ ഈസി ആയിട്ടുള്ളത് കൊണ്ട് എല്ലായിടത്തും നമുക്ക് എന്ത് വേണമെങ്കിലും പർച്ചേസ് ചെയ്യാം. അതേമാതിരി എന്ത് വേണമെച്ചാലും എന്ത് വേണമെച്ചാലും അല്ല, ക്വാളിറ്റി ഹാസ് ടു ബി മെയിൻറ്റെയിൻഡ്. അല്ലെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം റിജക്ട് ചെയ്താൽ പിന്നെ തീർന്നു പരിപാടി. എന്താ കാരണം അറിയോ? വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ WTO അതിൽ മെമ്പർ ആവണം നമ്മൾ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. ഓക്കെ, അപ്പൊ അവിടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് നല്ല ISI മാർക്കോ മറ്റേതൊക്കെയുള്ള പിന്നെ ഇതുണ്ടല്ലോ പല പല മാർക്ക്, എഗ് മാർക്ക് മറ്റേതൊക്കെ അങ്ങനത്തെ പ്രവർത്തിക്കുമ്പോൾ ഒരു ഇതിൽ ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ, ഒരു ബ്രാൻഡ് തിരിച്ചു വന്നാൽ അത് നിങ്ങളുടെ കമ്പനിക്കല്ല മോശം, രാജ്യത്തിനാണ് മോശം. ഇറ്റ് ഹസ് കം ഫ്രം ഇന്ത്യ എന്ന് പറയും. അപ്പൊ നമ്മളെ എക്സ്പോർട്ട് ക്വാളിറ്റി ഹാസ് ടു ബി വളരെയധികം എൻഷുർ ചെയ്തിട്ടാണ് നമുക്ക് അയക്കാൻ പാടൂ. ഓരോരോ മരുന്നുകളായിക്കോട്ടെ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, വളരെ വളരെ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് റിസർച്ച് ചെയ്തിട്ട് മാത്രമേ നമ്മള്, പക്ഷെ നല്ല മാർക്കറ്റ് ഉണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ അപ്പൊ ഇനി ഇൻട്രൊഡക്ഷൻ. അപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ, ദി കൺസെപ്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഈസ് എ മൾട്ടി ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ്. എൻ എക്കണോമിസ്റ്റ് ലുക്സ് അറ്റ് ദ റിമൂവൽ ഓഫ് ട്രേഡ് ബാരിയർ. ഇന്ന് ട്രേഡ് ബാരിയർ ഒന്നുമില്ല, എവിടേക്ക് വേണമെച്ചാലും എക്സ്പോർട്ട് ചെയ്യാം, എന്ത് വേണമെച്ചാലും. പണ്ട് എസ്പെഷ്യലി ഡോക്ടർ മൻമോഹൻ സിംഗ് ഫൈനാൻസ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തും മറ്റേ നരസിംഹറാവു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തും ആണ് നമ്മുടെ ഈ ഇതിലൊക്കെ കുറെയൊക്കെ നമ്മുടെ ലിബറൽ ഇത് വന്നത്. ഇതേമാതിരി അതുവരെ കുറെ ലൈസൻസ് രാജ്യമായിരുന്നു. അപ്പോ മൻമോഹൻ സിംഗ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് എക്കണോമിസ്റ്റ് ഇൻ ദ കൺട്രി. സോ അദ്ദേഹം എന്റെ പ്രൈം മിനിസ്റ്റർ നെഹ്റു, PV നരസിംഹറാവു വളരെ വളരെ വലിയ പണ്ഡിതനാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? അദ്ദേഹം അവരൊക്കെയാണ് നമ്മുടെ ഇത് നമ്മുടെ ഇതിന്റെ ലിബറലൈസേഷനും ഇതിലൊക്കെ വളരെയധികം റോൾ പ്ലേ ചെയ്ത് ലൈസൻസ് രാജായിരുന്നു. പണ്ടൊക്കെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പോർട്ടിന്റെ ലൈസൻസ് വേണം, കിട്ടില്ല. അത് അവിടെ പോയിട്ട് 10 പ്രാവശ്യം മിനിസ്ട്രിയിൽ പോകണം അങ്ങനെ. പക്ഷെ ആ ബാരിയറൊക്കെ എടുത്തു കളഞ്ഞു. അപ്പൊ റിമൂവൽ ഓഫ് ട്രേഡ് ബാരിയേഴ്സ്, പ്രൊമോഷൻ ഓഫ് ഫോറിൻ പിന്നെ പണ്ട് മറ്റുള്ള രാജ്യങ്ങൾക്ക് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ അധികം ഉണ്ടായിരുന്നില്ല, ഇത് പറ്റുമായിരുന്നില്ല. പക്ഷെ അതെല്ലാം എടുത്തു കളഞ്ഞ് ഓരോരുത്തർ വന്ന് ഇവിടെ ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് ചെന്നൈ, ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് എനി സ്റ്റേറ്റ്, foreign companies, they are coming and investing money. Lot of people are getting employment. Lot of things are even automobile നോക്കിക്കോളൂ. പണ്ട് അംബാസിഡർ അതുമാതിരി പ്രീമിയർ പത്മിനി ഉണ്ടായിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണ്? കാർ റോഡിൽ നിന്ന് എത്ര ബ്രാൻഡാണ് വെഹിക്കിള് പണ്ടുണ്ടായിരുന്നോ? വെറും അംബാസിഡർ, വെറും പ്രീമിയർ പത്മിനിയോ അല്ലെങ്കിൽ അതേമാതിരി പ്രീമിയർ ഓട്ടോമൊബൈൽസിന്റെ ഇത് മാത്രമേ. ഇവ മോട്ടോർ സൈക്കിൾ നോക്കിക്കോളൂ, പണ്ട് എത്ര മോട്ടോർ സൈക്കിളിനായിരുന്നു? രാജ്ദൂത് അതേമാതിരിയുള്ള പല യമാഹ അതേമാതിരി. ഇന്നത്തെ സ്ഥിതി നോക്കുന്നാല് ലോകത്തിലെ ഏറ്റവും 2 വീലർ മാനുഫാക്ചറിംഗ് വലിയ 2 വീലർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഹീറോ ഹോണ്ട. മനസ്സിലായില്ലേ? അതേമാതിരി മാരുതി, അതും അതേമാതിരി നോക്കിക്കോളൂ. എത്ര ബ്രാൻഡാണ് അവരെ നോക്കി. കംപ്ലീറ്റ് റോഡിൽ എത്ര ബ്രാൻഡാണ്. പണ്ട് എന്തായിരുന്നു? വെറും 2-3 ബ്രാൻഡാണ് ഉണ്ടായിരുന്നത്. ഇവൻ പ്രൈം മിനിസ്റ്റർ വാസ് ട്രാവലിംഗ് ഇൻ അംബാസഡർ കാർ ഏർലിയർ. കാരണം അതായിരുന്നു വളരെ സെക്യൂർഡും ബോഡിയും. പക്ഷെ എന്ത് പറ്റിയ കമ്പനി പൂട്ടി. കാരണം അവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് പുതിയ ബ്രാൻഡൊന്നും ഇറക്കിയില്ല. മാർക്കറ്റ് വളരെയധികം കോമ്പറ്റീഷൻ. മാരുതി വന്നു, അതിനോടൊന്നും നിൽക്കാൻ പറ്റിയില്ല അവർക്ക്, പോയി, കമ്പനി അടച്ചു. സോ ഇതൊക്കെയാണ് ലോകത്തെ നടക്കുന്നത്. അപ്പോ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ നോക്കൂ. ഇപ്പൊ നമ്മുടെ സുസുക്കി, മാരുതി, ജാപ്പാനീസ് കൊളാബറേഷൻ ആണ്. അങ്ങനെ എല്ലാ കമ്പനികളും ഇതുവരെ പല കൊളാബറേഷനിലാണ് ഇത് ചെയ്യുന്നത്. കാരണം നമുക്ക് മറ്റുള്ള കമ്പനികളുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഒരു ടേക്ക് എക്സാമ്പിൾ, കൂടംകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റ് റഷ്യ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതേമാതിരി നമ്മൾ പല 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 കാര്യങ്ങളും മറ്റുള്ള ഫോറിൻ കമ്പനികളെ രാജ്യങ്ങളിൽ നമ്മള് ഇത് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇപ്പൊ നമ്മള് സാറ്റലൈറ്റ് മറ്റേ പലതും വിക്ഷേപിക്കുന്നത് മലേഷ്യ, സിംഗപ്പൂർ എന്നാണ് കംപ്ലീറ്റ് എന്തോ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ISRO ഇതൊക്കെ എല്ലായിടത്തും ഇതേമാതിരി. അപ്പോ സ്ട്രാറ്റജിക് പാർട്ട്നേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് പോകുന്നത് ലോകത്തില്. ഇപ്പോ എല്ലാം ഒന്നായി ഒരു ഫാമിലി മാതിരിയാണ്. പണ്ടത്തെ ലോകമേ തറവാട് എന്ന് പറഞ്ഞില്ലേ, അതേ പ്രകാരം. അങ്ങനെയാണ് വേണ്ടതും. ഓക്കെ. ഓൺ ദ അതർ ഹാൻഡ്, സോഷ്യോളജിസ്റ്റ് കൺസിഡർ ഇറ്റ് എ മൾട്ടി ഡയമെൻഷണൽ and to be examined in the five complex of process in the realm of economic, politics, culture and technology. അപ്പൊ ഗ്ലോബലൈസേഷനിലെ പൊളിറ്റിക്സ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും,
കൾച്ചർ ഉണ്ടാവും, ടെക്നോളജി ഉണ്ടാവും, അല്ലേ? എക്കണോമിക് നോക്കിക്കോളൂ. ഇപ്പൊ ശ്രീലങ്കയുടെ കാര്യം പറയാൻ കാരണം, ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനൊക്കെ നോക്കിക്കോളൂ. വളരെ എക്കണോമിക്കലി വളരെ മോശമായിട്ടുള്ള പരിസ്ഥിതിയാണ്. അപ്പോൾ മറ്റുള്ള രാജ്യങ്ങളെല്ലാം സഹായിക്കുന്നു, UN ഇന്റർഫിയർ ചെയ്യുന്നു, പല പല കാര്യങ്ങൾ വേൾഡ് നമ്മുടെ പല ഫണ്ടിങ് വേൾഡ് ബോഡീസ് ഇതെല്ലാം ഇവർക്ക് IMF ഇവരൊക്കെ പല സഹായങ്ങളും എക്കണോമിക്സ് അതേമാതിരി എക്കണോമി വളരെ സ്ട്രോങ് ആയിരിക്കണം. പൊളിറ്റിക്സ്, യെസ്, അഗൈൻ പൊളിറ്റിക്സ് പ്ലേസ് എ വൈറ്റൽ റോൾ. ഓരോ രാജ്യങ്ങളും ഓരോ വിധത്തിലുള്ള പൊളിറ്റിക്സ് ആണ്, അല്ലെ? പല പാർട്ടി പല വിധത്തില്. പിന്നെ കൾച്ചർ, ഇവിടെ മൾട്ടി കൾച്ചർ ശ്രദ്ധിക്കണത്തെ കാര്യം എന്ന് വെച്ചാൽ എല്ലാ കൾച്ചറും ഓരോ രാജ്യങ്ങളും ഓരോരോ കൾച്ചറാണ്, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മൾ ജപ്പാനിൽ പോകുമ്പോൾ നമ്മൾ കുമ്പിട്ടിട്ടും അതേമാതിരി അത് ഇവര് ചൈനയിൽ പോകുമ്പോൾ വേറെ വിധത്തിൽ, അങ്ങനെ ആ കൾച്ചർ നമ്മൾ അവിടെ പോകുമ്പോൾ അതാ കൾച്ചർ അഡോപ്റ്റ് ചെയ്യണം. അവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ കൾച്ചർ അഡോപ്റ്റ് ചെയ്യണം, മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളൊരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ചെരുപ്പിടാതെ പോകുന്നു, അല്ലേ? അപ്പൊ അവിടെ ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മള് അവിടുത്തെ എന്താണ് നിയമം അതാണ് പാലിക്കേണ്ടത്, മനസ്സിലായില്ലേ? കണ്ടിട്ടില്ലേ? അതേമാതിരി ഇപ്പൊ നമ്മളെ പല ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എല്ലാം അവിടെയൊക്കെ യൂണിഫോം ഉണ്ട്, അതനുസരിച്ചിട്ട് ഷൂക്കെ ഇട്ട് ടൈയും കെട്ടിട്ടൊക്കെ പോകാൻ പാടും. അപ്പൊ ആ കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ നമ്മളെ കടത്തിവിടില്ല അങ്ങോട്ട്. അതേമാതിരി ഒരു വലിയ സ്റ്റാർ ഹോട്ടലില് നമ്മുടെ ഇവര് നല്ല വെൽ ഡ്രസ്ഡ് അല്ലെങ്കിൽ ഉള്ളിൽ കടത്തിവിടില്ല. അപ്പൊ കൾച്ചറൊക്കെ ടെക്നോളജി നോ ടെക്നോളജി ഈസ് ആൾസോ ഫാസ്റ്റ് ചേഞ്ചിങ്, ഇല്ലേ? പറയേണ്ട ആവശ്യമില്ല. ടെക്നോളജി ഇന്നത്തെ ടെക്നോളജി അല്ല നാളെ, അതാണ് ഏറ്റവും രസം. ഇന്ന് ടിവിയിലത്തെ ടി വി ഉണ്ട് വിചാരിക്കുക, അത് ഒരു 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 5 മാസം 4 മാസം കഴിഞ്ഞാൽ അതിന്റെ സ്പെയർ പാർട്ട് പോലും കിട്ടില്ല. കാരണം അത് ഔട്ട്ഡേറ്റഡ് ആയി. മൊബൈൽ നോക്കിക്കോളൂ, അതിന്റെ പാർട്ട് കിട്ടാൻ ഉണ്ടാവില്ല ചില സമയത്ത്. അതാണ് ടെക്നോളജി ഫാസ്റ്റ് ഡെവലപ്പിംഗ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ ഒരു കാറുകളിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയത്, ഒന്നും ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതൊക്കെ ടെക്നോളജി പുതിയ ഇതാണ്. അപ്പൊ ഒന്നും വേണ്ട, റിമോട്ട് കൺട്രോൾ, അത് ഇത് ഈവൻ ആളില്ലാതെ തന്നെ വണ്ടി പോകുന്നു, അങ്ങനെയൊക്കെ ഓട്ടോമാറ്റിക് റോബോട്ട് മറ്റേ ഇതൊക്കെ ടെക്നോളജി. അത്ര ഫാസ്റ്റ് ചേഞ്ചിങ് ടെക്നോളജി. നമ്മുടെ നോക്കിക്കോളൂ, സ്പേസ് പ്രോഗ്രാം നോക്കിക്കോളൂ, നമ്മുടെ DRDOന്റെ പ്രോഗ്രാം നോക്കിക്കോളൂ, അങ്ങനെ CSIRന്റെ ഓരോരോ പ്രോഗ്രാം ആയിക്കോളൂ, അറ്റോമിക് എനർജിയുടെ പ്രോഗ്രാം നോക്കിക്കോളൂ. എവിടെ ടെക്നോളജി എവിടെ എത്തി നോക്കൂ. അപ്പൊ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്, അതായത് നമ്മുടെ ഇന്ത്യ, എല്ലാ വിധത്തിലുള്ള we are fortunate to have IITs and IIMs, and we are producing world-class, candidates. Our IIT 100% placement ആണ് നമ്മുടെ IITയിൽ ആൾമോസ്റ്റ്. കാരണം വളരെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആണ് നമ്മുടെ IIT. പക്ഷേ നിർഭാഗ്യവശാൽ അവര് ഇന്ത്യയിൽ സർവീസിൽ അവരെല്ലാം ഫോറിൽ പോയിട്ട് നല്ല പൈസയ്ക്കാണ് അവർ പോകുന്നതാണ് വേറൊരു ബുദ്ധിമുട്ട്. കാരണം അവരുടെ ആ അത്രത്തോളം ഓഫറാണ് മറ്റുള്ള. എന്താ കാരണം അറിയോ? മറ്റുള്ള കമ്പനികൾ ഇവർ എടുക്കുന്ന സമയത്ത് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കണ്ട, പൈസ ചെലവഴിക്കണ്ട. പെട്ടെന്ന് അവിടെ പോയിട്ട് അവർക്ക് ഒരു ട്രെയിനിങ് ഇല്ലാണ്ട് ജോലിയിൽ പ്രവേശിക്കുക. അത്ര നല്ല കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ക്ലാസ്സസും മറ്റേതൊക്കെയാണ് കൊടുക്കുന്നത്. റിസർച്ച് വർക്കും ബുക്ക് റെഫറൻസും ലൈബ്രറി ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ IITയില് അങ്ങനെയാണ്. അപ്പൊ എല്ലായിടത്തും നമ്മുടെ ഇന്ത്യക്കാരെ എത്തിയിട്ടുണ്ട്. Now, globalization is resulting in multiplicity of linkages and interconnection between nation and states and societies. അല്ലേ? ഓരോരോ സ്റ്റേറ്റും സൊസൈറ്റീസും വളരെ ലിങ്കേജ് ഉണ്ടല്ലോ ഓരോരോ ഇതിൽ. നമ്മളെല്ലാ കാര്യങ്ങളും ചിലർ ഇന്റർകണക്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് അത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ എത്രത്തോളം രാജ്യങ്ങളുണ്ട്. അതെന്തിനാണ്? ലിങ്കേജസ് ആണ്. എന്തെങ്കിലും സംഭവം നമുക്ക് പെട്ടെന്ന്. ഇപ്പൊ നിങ്ങൾ ഉദാഹരണം, ഒരാള് നമ്മുടെ ഇന്ത്യയിൽ ഒരു കൊലപാതകം ചെയ്തു. സപ്പോസ് അവൻ ബ്രിട്ടനിലേക്കോ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലേക്കോ, there is a treaty. ആരെങ്കിലും ഇവിടുത്തെ ക്രൈം ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് ചെയ്യും, തിരിച്ചയക്കും. അതിനുള്ള എഗ്രിമെന്റ് ഉണ്ട് ഓരോ രാജ്യങ്ങളായിട്ട്, പല രാജ്യങ്ങളായിട്ട്. അപ്പൊ ലിങ്കേജസ് ഉണ്ട്. അതാണ് ഇന്റർപോളും മറ്റേതൊക്കെ, മനസ്സിലായില്ലേ? അപ്പൊ അതേമാതിരി WTO, അതേമാതിരി സോ മെനി അതർ ബോഡീസ് ആക്ച്വലി. അപ്പൊ നമ്മൾ വി ആർ ഇന്ററാക്ടിങ് വിത്ത് ഫോറിൻ കൺട്രീസ്. ഇന്റർകണക്ഷൻസ് ആർ ദർ ബിറ്റ്വീൻ നേഷൻ, സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി. പല സൊസൈറ്റി ആയിട്ട് നമ്മൾ ഇന്ററാക്ഷൻസ് ഉണ്ട്. ഒരു റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ഇതല്ലേ, അവരല്ലേ അഫ്ഗാനിസ്ഥാനിലൊക്കെ വന്നിട്ട് എവിടെ യുദ്ധം ചെയ്യുന്ന ആളുകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും മറ്റേ ഇതും ട്രീറ്റ്മെന്റും മറ്റേ മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നതും ഭക്ഷണം മറ്റേതൊക്കെ കൊടുക്കുന്നതൊക്കെ UNOന്റെ ഒരു ഇതൊക്കെ അല്ലേ, നമ്മുടെ റെഡ് ക്രോസും മറ്റേതൊക്കെ അല്ലേ. അവരുടെ ലൈഫ് തന്നെ റിസ്കിലാണ്.
മനസ്സിലായില്ലേ അവർ പോണ? ലോകത്തിലെ യുദ്ധം നടന്നുകൊണ്ടിരിക്കണ അതിനിടെ പോയിട്ടാണ് അവര് സഹായങ്ങൾ ചെയ്യുന്നത്. ഈ ഇഞ്ചേർഡ് ആളുകളെ ഒക്കെ അവിടുന്ന് കൊണ്ടുവരുന്ന സമയത്ത് അവരെ മേൽ തട്ടും ചില സമയത്ത്. യുദ്ധത്തിന്റെ ഇടയിൽ പോയിട്ടാണ് ഇവര് രക്ഷിക്കണവരെന്ന്. അപ്പൊ society also plays a vital role in the international arena. It is also a process by which events, decisions and activities in one part of the globe, പക്ഷേ ഏതെങ്കിലും ലോകത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ അത് മറ്റുള്ളവരെ എഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഓർക്കണം. ഇപ്പൊ നോക്കോളൂ, റഷ്യ യുക്രൈനിൽ യുദ്ധം ഉണ്ടായല്ലോ, തീർന്നില്ലേ? നമ്മുടെ യൂറോപ്പിലെ പെട്രോൾ മുഴുവൻ കിട്ടണ യുകെന്ന് വേണം, റഷ്യന്ന് വേണം, മനസ്സിലായോ? പക്ഷേ ദേ ആർ വെരി ക്ലവർ. അവരെ റഷ്യയുടെ ആ ബന്ധം വിട്ടില്ല. അപ്പോ ഈവൻ കാറിന് പെട്രോൾ കിട്ടില്ല. റഷ്യനെ കൊടുക്കാൻ കംപ്ലീറ്റ് എല്ലാം. അപ്പൊ ഡീസലും പെട്രോളും ഒക്കെ കൊടുക്കുന്ന അവർക്ക് ആ രാജ്യങ്ങൾക്ക്. അപ്പൊ അവരത് ഡിസ്കണക്ട് ചെയ്തില്ല. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പൊ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് ഓരോ രാജ്യങ്ങള്. സോ ഇൻഡിവിജ്വൽസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. ഇവിടെ ഒരു കമ്മ്യൂണിറ്റീസ് ഞാൻ കാര്യം പറയട്ടെ. നോക്കൂ, ഇവിടെ പല അപകടങ്ങൾ സംഭവിക്കുമ്പോഴോ ഭൂകമ്പം ഉണ്ടാക്കുമ്പോഴോ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴോ ഒരു കമ്മ്യൂണിറ്റി മറ്റേ കമ്മ്യൂണിറ്റി വളരെയധികം സഹായിക്കുന്നു. മറ്റുള്ള രാജ്യങ്ങൾ സഹായിക്കുന്നു. പ്ലെയിൻ അപകടം ആയിക്കോട്ടെ, വേറെന്തെങ്കിലും ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, അനവധി ആളുകളെ പല ഇതുണ്ടല്ലോ. അപ്പോ പല പല കമ്മ്യൂണിറ്റീസും പലരും സംഘടനകൾ നമ്മളെ സഹായിക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? ഗ്ലോബലൈസേഷൻ ഹാസ് ഇൻഫ്ലുവൻസ് ദ സ്റ്റേറ്റ്. പിന്നെ മാർക്കറ്റിനെ പറ്റി പറഞ്ഞല്ലോ. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഗ്ലോബലൈസേഷൻ? മാർക്കറ്റിലെ കോമ്പറ്റീറ്റീവ് റേറ്റ്സ് ആയിരിക്കും. പ്രൈസ് വിൽ കം ഡൗൺ. ഇനി നിങ്ങളുടെ അറിവിന് വേണ്ടി ഞാൻ പറയാണ്, വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ ഇൻ 1971, ബോംബെയിൽ കുറെ വർഷം ഉണ്ടായിരുന്നു. ഒരു ബജാജ് സ്കൂട്ടർ നമുക്ക് പണിച്ചാൽ 20 കൊല്ലം മുമ്പേ ബുക്കിംഗ് ആയിരുന്നു. ഒരു ബജാജ് സ്കൂട്ടർ അറ്റ്ലീസ്റ്റ് ഒരു 10 കൊല്ലത്തിന് മുമ്പേ പോലും ബുക്ക് ചെയ്താൽ കിട്ടില്ല. മനസ്സിലായോ? നോക്കിക്കോളൂ, സ്ഥിതി പോകും. നോക്കിക്കോളൂ, ബജാജ് സ്കൂട്ടറെ അഥവാ വേണമെന്നുണ്ടെങ്കിൽ 10-20 കൊല്ലം വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു, മനസ്സിലായില്ലേ? ഇന്നത്തെ സ്ഥിതി എന്താണ്? 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് പോയിട്ട് അവിടെ പോയിട്ട് ഗോഡൌണിൽ പോയിട്ട്, അതായത് എവിടെ വെച്ചാൽ വർക്ക്ഷോപ്പ് സംതിങ് എവിടെ ഒരു ഡീലറുടെ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എടുക്കാം. അനദർ എക്സാമ്പിൾ, നമ്മുടെ ടെലിഫോൺ. പണ്ട് നമ്മൾ വെയിറ്റിംഗ് ലിസ്റ്റ് ആയിരുന്നു ടെലിഫോണ്. എത്രയോ വർഷങ്ങൾ ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരുന്നത് ഒരു ടെലിഫോൺ കണക്ഷൻ. ഇന്നത്തെ സ്ഥിതി എന്താ? 5 മിനിറ്റിന്റെ ഒരു ടെലിഫോൺ വേണ്ടു, വന്നു പരിപാടി, മനസ്സിലായില്ലേ? ആ ഗ്യാസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 1.5 മാസം 2 മാസം, പിന്നെ കിട്ടിയതിന് ശേഷം 20 ദിവസം കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ പാടും. ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ന് ബുക്ക് ചെയ്താൽ ചിലപ്പോൾ വൈകുന്നേരം തന്നെ കിട്ടും, ഇല്ലെങ്കിൽ പിറ്റേ ദിവസം കിട്ടുന്നു, മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് ഈ കോമ്പറ്റീഷനിലും ഗ്ലോബലൈസേഷൻ ഗുണങ്ങളാണ് പറയുന്നത്. ടേക്ക് ദ എക്സാമ്പിൾ ഓഫ് നമ്മുടെ വെഹിക്കിൾസ്. അവർക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്. പ്ലെയിൻ നോക്കൂ, പണ്ട് ഇന്ത്യൻ എയർലൈൻസ്, എയർ ഇന്ത്യ ഉണ്ടായിരുന്നു. ഇന്ന് എത്ര പ്ലെയിനാണ്? പക്ഷേ അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, റേറ്റ് മറ്റതൊക്കെ. അപ്പൊ അതുകൊണ്ട് കോമ്പറ്റീറ്റീവ് പ്രൈസിൽ അല്ലെങ്കിൽ റേറ്റിൽ നമുക്ക് ട്രാവൽ ചെയ്യാം. അത് ഏതായിക്കോട്ടെ, എന്തായിക്കോട്ടെ. അപ്പൊ ഇതൊക്കെയാണ് ഗുണങ്ങൾ, മനസ്സിലായോ? അപ്പൊ കോമ്പറ്റീഷൻ വളരെ നല്ലതാണ്, ഗ്ലോബലൈസേഷൻ നല്ലതാണ്, മെച്ചം നമ്മുടെ ആളുകൾക്കുണ്ട് പലതും. ഇപ്പൊ ടെക്സ്റ്റൈൽ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഓട്ടോമൊബൈൽ ആയിക്കോട്ടെ, വേറെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഗുണങ്ങളേ ഉള്ളൂ. ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നോക്കിക്കോളൂ, എത്രത്തോളം. ഇപ്പൊ ഒരു സെല്ലായിക്കോട്ടെ, നമ്മൾ 1 മിനിറ്റ് കൊണ്ട് ടെലിഫോൺ ചെയ്താൽ അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, എവിടെ വെച്ചാൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. എത്രത്തോളം ടെക്നോളജി ഫാസ്റ്റ് ആണെന്ന് നോക്കിക്കോളൂ. സോ ഇറ്റ് ഈസ് ആൾസോ ഈവൻ പ്രീവിയസ്ലി ഫ്രം ഡൽഹി 3 ദിവസം മുമ്പേ ട്രങ്കാളി ചെയ്താലാണ് കേരളത്തിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്റ്റേറ്റിൽ കിട്ടും. അപ്പോഴേക്ക് മെച്ചൂർഡോ കംപ്ലീറ്റ് അത്. അപ്പൊ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അതേമാതിരി ഹോസ്പിറ്റൽസ് നോക്കൂ, ഇത്രത്തോളം സ്കൂള്, കോളേജ്, ഹയർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, മറ്റേ എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷൻ എല്ലാം പോയില്ലേ മേപ്പെട്ട്. അപ്പോ ഇതാണ് ഗ്ലോബലൈസേഷന്റെ ഒക്കെ ഗുണം. കാരണം കോമ്പറ്റീറ്റീവ്, ഇത് നമ്മൾ ലോകത്തിനോടും കോമ്പറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആളുകൾ, മനസ്സിലായില്ലേ? എല്ലാ കാര്യത്തിലും ഇന്ത്യ ഈസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. ടെക്നോളജി ഈസ് കൺസേൺഡ്, ഈവൻ എല്ലാ കാര്യത്തിലും അത് ഇന്ത്യ ഒട്ടും കുറവില്ല, മനസ്സിലായി? ഹ്യൂമൻ റിസോഴ്സസില് വളരെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ്. സോ ഇറ്റ് ഈസ് ആൾസോ ഈ പ്രോസസ് ബൈ വിച്ച് events are decision and activities in part. അപ്പൊ ഏത് ഡിസിഷൻ എടുക്കും അത് പ്രോപ്പർ ആയിരിക്കണം, സിഗ്നിഫിക്കന്റ് ആവശ്യം, ഇൻഡിവിജ്വൽസും കമ്മ്യൂണിറ്റിക്കും പ്രയോജനകരമായിരിക്കണം. ആർട്സ് ആൻഡ് ഗ്ലോബലൈസേഷൻ ഹാസ് ഇൻഫ്ലുവൻസ് ദ സ്റ്റേറ്റ് മാർക്കറ്റ് ആൻഡ് സിവിൽ സൊസൈറ്റി
പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത്. നോ ഓക്കെ, നോ ഇതില് ഒരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ഓക്കെ, ടു ദ ഗ്രേറ്റ് എക്സ്റ്റെന്റ്. നോ ഹിയർ നമ്മള് ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, പിന്നെ ഈ കോംപ്ലക്സ് പ്രോസസ്സാണ് ഈ ഗ്ലോബലൈസേഷനിലെ വളരെ എന്താ പറയുക ഒരു കോംപ്ലക്സ് പ്രോസസ്സാണ്. പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ഇതൊക്കെ വളരെ ശ്രദ്ധ. പിന്നെ നമ്മുടെ ഇതുണ്ടല്ലോ, സ്കില്ല് ഓഫ് എംപ്ലോയീസ്, ഇതൊക്കെ നമ്മളെ വളരെയധികം ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഇതിന്റെ ജെനിസിസ് എന്താണെന്ന് നോക്കണം കേട്ടോ. ഇതെങ്ങനെ ആവിർഭാവം, നമ്മുടെ WTO, അതേമാതിരി വേൾഡ് ബോഡീസിന്റെ പല അഗ്രിമെന്റ്സ് ഉണ്ട്, വേൾഡ് ഇതിന്റെ ഓരോരോ എന്താ പറയണ്ടേ ടൈപ്പ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. അതനുസരിച്ചിട്ടാണ്. അങ്ങനെ നമുക്ക് ഈ ഇതിന്റെ ഗ്ലോബലൈസേഷന്റെ കുറെ സ്റ്റേജസ് ഉണ്ട്. അത് ഞാൻ പറയാം. 1400 മുതൽ 1750 വരെ, 1400 മുതൽ 1750 വരെ ഒരു സ്റ്റേജ് ആണ്. അതായത് അന്ന് പിന്നെ ഒരു അഡ്വന്റ് ഓഫ് എന്താ പറയണ്ടേ നാഷണലിസം ഇൻ യൂറോപ്പില്. എങ്ങനെയാണ് നമ്മൾ ഗ്ലോബലൈസേഷൻ എത്തിയെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. 1400 മുതൽ 1750 വരെ യൂറോപ്പിൽ മാത്രം കണ്ടുകൊണ്ടിരുന്നതാണത്. 1750 മുതൽ 1875 വരെ ഇത് ഇതിന്റെ ആരംഭം കുറിച്ചു. അത് ക്യാരക്ടറൈസ്ഡ് ബൈ ക്രിയേഷൻ ഓഫ് നേഷൻ സ്റ്റേറ്റ് ആൻഡ് ദി ബിഗിനിങ് ഓഫ് ഇന്റർനാഷണലിസം ആൻഡ് യൂണിവേഴ്സലിസം ഇൻ യൂറോപ്പ്. മനസ്സിലായോ? ബിഗിനിങ് ആയി. അങ്ങനെ കുറേശ്ശെ നമ്മുടെ പ്രൊഡക്ഷൻ UK-ലൊക്കെ പല ഇൻഡസ്ട്രി സ്ഥാപിച്ചു. അതിന് മാർക്കറ്റ് വേണം, അങ്ങനെ പലതും. ഓക്കെ, പിന്നെ 1875 മുതൽ 1925 വരെ ടേക്ക് ഓഫ് ആൻഡ് വെൻ ദ വേൾഡ് കെയിം ടു ബി കൺസെപ്ച്വലൈസ്ഡ് ഇൻ അപ്പൊ അതും ഒരു പീരീഡ് ആണ്. പിന്നെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി, ഗ്ലോബൽ കലണ്ടർ, വേൾഡ് വാർ 1 ഉണ്ടായിരുന്ന ആ സമയത്ത്. അങ്ങനെ ഇന്റർ ഡിപ്പെൻഡന്റ് ആയിരുന്നു ഓരോ രാജ്യങ്ങളും മറ്റേ രാജ്യങ്ങളായിട്ട്. ഇനി 1925 മുതൽ 1969 വരെ നമ്മുടെ സ്ട്രഗിൾ ടു ആധിപത്യം, അതായത് കോൾഡ് വാർ, ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻ UNO, അതേമാതിരി എമർജൻസ് ഓഫ് തേർഡ് വേൾഡ്, ഇതേമാതിരിയുള്ള പീരീഡ് ആയിരുന്നു 1925 മുതൽ 1969 വരെ. ലാസ്റ്റ് പീരീഡ് 1969 മുതൽ 1992 വരെ അൺസർട്ടിനിറ്റി ആയിരുന്നു. അതായത് എക്സ്പ്ലോറേഷൻ, സ്പേസ്, ടെക്നോളജി, പിന്നെ അങ്ങനെ ഗ്ലോബൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ്, ഗ്ലോബൽ മാസ് മീഡിയ, ഇതിന്റെയൊക്കെ പീരീഡ് ആയിരുന്നു 1969. മനസ്സിലായില്ലേ? അതായത് ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ്, എൻവയോൺമെന്റൽ ഇഷ്യൂ പ്രോബ്ലംസ്, ഗ്ലോബൽ മാസ് മീഡിയ, ഇതിന്റെയൊക്കെ പീരീഡ് ആയിരുന്നു. ഇനി നോക്കൂ, നമ്മുടെ ഇന്റർഡിപെൻഡൻസിനെ പറ്റി പറയാണ്. G27 എന്ന് വെച്ചാൽ ഇത് ഇൻഫോർമൽ ഗ്രൂപ്പിംഗ് ഓഫ് 7 ഓഫ് ദ വേൾഡ്സ് അഡ്വാൻസ്ഡ് എക്കണോമി. കാനഡ ഏറ്റവും കൂടുതൽ എക്കണോമിക്സിൽ നമ്പർ 1 ആയ കൺട്രി, രാജ്യങ്ങളുടെ ഒരു സംഘടനയാണ് അത് G7. ഏതൊക്കെയാണ്? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, USA ആൻഡ് യൂറോപ്യൻ യൂണിയൻ. ഏറ്റവും കൂടുതൽ എക്കണോമിക്കലി സൗണ്ട് ആയിട്ടുള്ള രാജ്യങ്ങൾ. ഇനി G10 കൺട്രി പറഞ്ഞാൽ എന്താണ്? ശരിക്കും G10 അല്ല, G11 ആണ് ശരിക്ക്. പക്ഷെ G10 എന്നാണ് പറയുന്നത്. അത് ഏതൊക്കെയാണ്? അതും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൺട്രീസ് ആണ്, ഇൻഡസ്ട്രീസ് കൂടുതൽ. ബെൽജിയം, കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, നീദർലാൻഡ്, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ്, UK, USA. അങ്ങനെ കോപ്പറേറ്റീവ് ഇവരൊക്കെ എന്തിനു വേണ്ടിയിട്ട് ഒരു എക്കണോമിക് മൂവ്മെന്റ്, അതായത് മോണിറ്ററി ആൻഡ് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിലുള്ള ഇതാണ്. അടുത്തത് G22 കൺട്രീസ്. അർജന്റീന, ഓസ്ട്രേലിയ, ബ്രസീൽ, കാനഡ, ചൈന, ജർമ്മനി, ഫ്രാൻസ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറ്റലി, ജപ്പാൻ, മെക്സിക്കോ, റഷ്യ. ഓക്കെ, ഇന്ത്യ ഞാൻ ഓൾറെഡി പറഞ്ഞു. സൗദി അറേബ്യ, സൗത്ത് ആഫ്രിക്ക, സൗത്ത് കൊറിയ, തുർക്കി, UK ആൻഡ് USA. ഇതാണ് G22 കൺട്രീസ്. എന്താണ് OECD കൺട്രി? OECD കൺട്രി എന്ന് വെച്ചാൽ അതില് 38 മെമ്പേഴ്സ് ഉണ്ട്. ഓയിൽ മറ്റേതിന്റെ. ഓക്കെ, അതിൽ 38 രാജ്യങ്ങൾ ഉണ്ട്. അപ്പൊ കാരണം ഇതൊക്കെ അന്യോന്യം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സൗഹാർദ്ദപരമായിട്ടും പല ഇതാണ്. അപ്പൊ സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ് ഉണ്ട് ഇതില്.
ഓക്കെ, സോഷ്യോ കൾച്ചറൽ പെർസ്പെക്റ്റീവ്. പിന്നെ വേറെ ഇനി പറയാൻ പോകുന്നത് ഗ്ലോബലൈസേഷൻ ആൻഡ് ദ സ്റ്റേറ്റ്. ഓക്കെ, പിന്നെ ഗ്ലോബലൈസേഷന് ശേഷം നമ്മുടെ ഓരോരോ രാജ്യത്തിന്റെ പുരോഗതിയും, അതേമാതിരി പല കമ്പനികൾ ഉടലെടുത്തു, പല കൊളാബറേഷൻസ്, ഗ്ലോബൽ ഫേംസ് ആൻഡ് മൾട്ടിലാറ്ററൽ ഏജൻസീസ്, ഓക്കെ, റീജിയണൽ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ്സ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അതേമാതിരി അതിലും കുറെ ഉണ്ട്, 150 രാജ്യങ്ങളുണ്ട് അതിൽ. ഓക്കെ, പിന്നെ അങ്ങനെ അപ്പോ അതായി. പിന്നെ ഗ്ലോബലി ഡിക്ലൈൻ ഓഫ് ഓട്ടോണമി ഇല്ലാതെയായി. പണ്ട് വാച്ചേ പറഞ്ഞ HMT, ഓക്കെ, സ്കൂട്ടർ പറഞ്ഞ ബജാജ് ആയിരുന്നു പണ്ട്. അതേമാതിരി കാറ് പറഞ്ഞ അംബാസഡർ കാറായിരുന്നു. ആ ഓട്ടോണമി, ടെലിഫോൺ BSNL, ഇന്ന് ആ ഓട്ടോണമി എല്ലാം പോയി, ഓട്ടോണമി പോയി. അതാണ് ഗ്ലോബലൈസേഷന്റെ പ്രത്യേകത. ഓക്കെ, അതായി. പിന്നെ ഗ്ലോബലൈസേഷൻ എന്ന മാർക്കറ്റ് ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മാർക്കറ്റ് വളരെ ഇതാണ്. ഇനി ഗ്ലോബലൈസേഷൻ ഹാസ് റിസൾട്ടഡ് ഇൻ ഗ്രേറ്റർ ഫ്രീഡം ഓഫ് ചോയ്സ്. അതായത് നമുക്ക് എന്ത് ഗുണം, എവിടെ പോയാലും നല്ലത്. ഇപ്പൊ നിങ്ങൾക്ക് കാറ് വേണോ, ഏതാ ബെസ്റ്റ്, നിങ്ങളുടെ സൂട്ടബിൾ, നിങ്ങളുടെ ഹൈറ്റ്, നിങ്ങൾക്ക് ആവശ്യമുള്ള കാറ് ഏത് വേണമെച്ചാലും, ഏത് ബ്രാൻഡ് വേണമെച്ചാലും സെലക്ട് ചെയ്യുക. അതാണ് ഗ്ലോബലൈസേഷന്റെ ഒരു ഗുണം. 2, ഓപ്പർച്യൂണിറ്റി ടു ഡൈവേഴ്സിഫൈ റിസ്ക് ആൻഡ് ഇൻവെസ്റ്റ്. പിന്നെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റിന് റിസ്ക് എടുത്തിട്ട് നമുക്ക് എവിടെ നിന്ന് പ്രോഫിറ്റ് കൂടുതൽ വെച്ചാൽ, അല്ലെങ്കിൽ എവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഇത് ചെയ്യേണ്ട, ഏത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ അത് ഷെയർ മാർക്കറ്റ് അതിന്റെ ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതാണ് ഗ്ലോബലൈസേഷൻ വേറെ ഗുണം. പിന്നെ ഹയർ ഇൻകം ദോസ് എംപ്ലോയ്. പിന്നെ വേറെ കാര്യം, ആളുകൾക്ക് ശമ്പളം എവിടെ കിട്ടുന്നത് അവിടെ പോയിട്ട് ജോലി ചെയ്തുകൂടാ. അതല്ലേ നമ്മൾ അമേരിക്കയ്ക്കും ബ്രിട്ടനിലേക്കും ആസ്ട്രേലിയക്കും പോകുന്നത്. അതാണ് വേറൊരു ഗുണം. പണ്ട് അല്ലാണ്ട് നമ്മൾ അതിൽ ഞാൻ IITയുടെ കാര്യം പറഞ്ഞ, ഇന്ത്യയിൽ അത്രയധികം ശമ്പളം കൊടുക്കാൻ, ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ 1 crore ഒക്കെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ അവർ അവിടെ പോണം. അപ്പൊ ആ ശമ്പളം ഇവിടെ കൊടുക്കുമ്പോൾ അവർ ഇവിടെ തന്നെ ഉണ്ടാവല്ലോ. അപ്പോ അവരുടെ ദേ ആർ ഗെറ്റിംഗ് ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് മോർ ആൻഡ് മോർ സാലറി. ദാറ്റ് ഈസ് ആൾസോ ഡ്യൂ ടു ഗ്ലോബലൈസേഷൻ. അതേമാതിരി ITയിലൊക്കെ എത്രയോ സാലറി വാങ്ങുന്ന ആളുകൾ ഉണ്ട്. അപ്പൊ ഇത് സൊസൈറ്റിയെ സാരമായിട്ട് പിന്നെ നന്നായിട്ട് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. നോക്കോളൂ, ഗൾഫ് കൺട്രിയിൽ പോയിട്ട്, അല്ലെങ്കിൽ അമേരിക്കയിൽ പോയിട്ടോ ആസ്ട്രേലിയയിൽ പോയിട്ടൊക്കെ എത്രയോ നമ്മുടെ ഓരോരോ സ്റ്റേറ്റും ഫോറിൻ എക്സ്ചേഞ്ചും മറ്റേതെല്ലാം ഇവിടേക്ക് ഇൻഫ്ലോ ആണ് അവിടുന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സ്റ്റേറ്റും പുരോഗമിക്കുന്നു, ജനങ്ങളുടെ ജീവിത രീതി മാറുന്നു, അവർക്ക് എന്തും പർച്ചേസിങ് കപ്പാസിറ്റി ഗോസ് അപ്പ്. അതേമാതിരി നല്ല എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നു, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു, വീടുകൾ വിൽക്കുന്നു. ഇതൊക്കെ ഗ്ലോബലൈസേഷനും നമ്മുടെ സൊസൈറ്റിക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഓക്കെ, അപ്പോ സ്റ്റേറ്റിന്റെ പറഞ്ഞു, മാർക്കറ്റിന്റെ പറഞ്ഞു, സിവിൽ സൊസൈറ്റി വളരെയധികം. വേറൊരു കാര്യം, ബാങ്കുകൾ നോക്കൂ, എല്ലായിടത്തും എല്ലാ വിധത്തിലുള്ള ബാങ്കും ഉണ്ടല്ലോ. എവിടെ പോയാലും നമുക്ക് കോപ്പറേറ്റീവ് ബാങ്ക് വേണോ, റൂറൽ ക്രെഡിറ്റ് സൊസൈറ്റി വേണോ, മറ്റേ നാഷണലൈസ് ബാങ്ക് വേണോ, പ്രൈവറ്റ് ബാങ്ക് വേണോ, ഏത് ബാങ്ക് വേണോ, മ്യൂച്വൽ ഫണ്ട് വേണോ, അത് വേണോ, എന്ത് നമുക്ക് എവിടെ വേണ്ട വെച്ചാൽ അതിനൊക്കെ ഇതൊക്കെ ഈ ഗ്ലോബലൈസേഷനും ലിബറലൈസേഷനും ഒക്കെ ഗുണങ്ങളാണ്. നെക്സ്റ്റ്, globalization is a multifaceted phenomena emerging particularly from economic internationalization and broadening of free market relation. The advocates of globalization promise that integration of local and national economies into a global economy without a protectionism will generate. നോക്കൂ, നമ്മുടെ ഇവിടെ ഈവൻ സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും അതുപോലും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. ഇന്ന് ഞാൻ രാവിലെ തന്നെ ഞാൻ കണ്ടു, മസാല ഇതേമാതിരിയുള്ളതൊക്കെ അവർ എക്സ്പോർട്ട് ചെയ്യുന്നു ഓരോ കാര്യങ്ങളൊക്കെ. മനസ്സിലായില്ലേ? ഓരോ ചെറിയ കുടിൽ വ്യവസായങ്ങൾ അവർ എക്സ്പോർട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ ദേ ആർ ജനറേറ്റിംഗ് ഫണ്ട്സ്, സോ ഗ്രേറ്റർ ഇൻകം, റിസോഴ്സസ്, പ്രൊമോട്ട്, ഇൻക്രീസ് ആക്സസ് ടു നോളജ്. നമുക്ക് ഗുണം ഏറ്റവും കൂടുതൽ നോളജ് നമുക്ക് കിട്ടുന്നു. ആൻഡ് ടെക്നോളജി, പുതിയത് മെഷീൻ ഉപയോഗിച്ച് നമ്മൾ പലതും നമ്മൾ പ്രവർത്തിപ്പിക്കുന്നു. ആൻഡ് ഫർദർ എൻഹാൻസ് കൺസംഷൻ പവർ, പർച്ചേസിങ് കപ്പാസിറ്റി. അതേമാതിരി എങ്ങനെ നമുക്ക് വാങ്ങാനും കൊടുക്കാനുള്ള കഴിവ്. നിങ്ങള് നമ്മളിപ്പോ ഈ ITയിലെ ശമ്പളം കിട്ടുന്നതുകൊണ്ടാണ് കൂടുതൽ ഈ നോക്കൂ, എവറി ഇയർ they are, many people are purchasing new cars, and Saturday, Sunday they are spending huge amount for going to mall and with the family, they are eating and other thing. അവര് ഈ IT കമ്പനി പല അവർക്ക് കൂപ്പണും പലതും കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഡ് ഓഫ് ക്യാഷ്.
കൂപ്പൺ അത് അവർക്ക് യൂട്ടിലൈസ് ചെയ്യുക, എല്ലാ കാര്യത്തിനും വേണ്ടി യൂട്ടിലൈസ് ചെയ്യുക. സോ ലിവിങ് സ്റ്റാൻഡേർഡ് ഗോണ, ജീവിത രീതി, പിന്നെ പൊളിറ്റിക്കൽ നമുക്ക് നമ്മുടേതായ ഡിസിഷൻ എടുക്കാനുള്ള കഴിവും, ദ ക്രിട്ടിക്സ് ഓഫ് ഏതാണ് നല്ലത് ഏതാ ചെയ്തത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ്. ഹൗവർ ആർഗ്യൂ ദാറ്റ് ദ പ്രോമിസ് ഈസ് എ മിസ്കൺസെപ്ഷൻ ബിക്കോസ് ഇറ്റ് അങ്ങനെ ചില ഡാമേജസ് ഉണ്ട് കേട്ടോ. അതല്ല പറയുന്നത്, എല്ലേനും രണ്ടു വശം ഉണ്ടല്ലോ. അപ്പൊ ചിലത് മോശമായിട്ടുണ്ട്, ചിലത് നല്ലതായിട്ടുണ്ട്. കാരണം നോക്കൂ, കാറുകൾ ഇങ്ങനെ വന്നടിച്ചു, ട്രാഫിക് നോക്കൂ, ഒന്നും ക്രോസ് ചെയ്യാൻ പറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഗുണങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട് കേട്ടോ. അപകടങ്ങള് എത്രയോ വരുന്നുണ്ടല്ലോ. അങ്ങനെ പലതും. സോ എക്കണോമിക്, പക്ഷെ ഇതെല്ലാം അത്യാവശ്യമാണ്. ഇല്ല, പക്ഷെ നമ്മൾ വേണ്ട വിധം ഉപയോഗിക്കണം. എക്കണോമിക്, കമ്മ്യൂണിറ്റീസ് ആൻഡ് എൻവയോൺമെന്റൽ ആസ് വെൽ ഇംപ്രവിഷ്, പുവർ ആൻഡ് വൾണറബിൾ. അപ്പൊ അത് മാത്രമല്ല, സാധാരണ ജനങ്ങൾക്കും ജീവിക്കാൻ ഒരു കാര്യം, സിറ്റി ലൈക്ക് ബോംബെ വലിയ ആളുകൾക്കും ചെറിയ പൂറായുള്ള ആളുകൾക്ക് ഒരേമാതിരി ജീവിക്കുക അവിടെ സമാധാനമായിട്ട്. അങ്ങനെ കാരണം ചെറിയ ആളുകൾ ചെറിയ വിധത്തിൽ ജീവിക്കുന്നു, വലിയ ഫിലിം സ്റ്റാറും മറ്റേ ഇൻഡസ്ട്രിയലിസ്റ്റ് അവരുടേതായ വിധത്തിൽ ജീവിക്കുന്നു. പക്ഷെ ഈ ലോകത്തിൽ ജീവിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. അപ്പൊ അവരങ്ങനെ ജീവിക്കുന്നു. ഓക്കെ, അപ്പോ നമുക്ക് അവകാശമാണ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ ഈ ഗ്ലോബലൈസേഷനൊക്കെ നമ്മളെ വളരെയധികം ഗുണങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന്. പിന്നെ അടുത്തത് ഗവേണൻസ് കൺസെപ്ച്വൽ ഡയമെൻഷൻസ്, യൂണിറ്റ് 2. യൂണിറ്റ് 2 ഗവേണൻസ് ഇൻ കൺസെപ്ച്വൽ ഡയമെൻഷൻസ്. കൺസെപ്ച്വൽ ഡയമെൻഷൻസ്, ഗവേണൻസ്, കോണ്ടെക്ച്വൽ യൂസസ്, പിന്നെ സന്ദർഭത്തിന്റെ ഫോംസ് ഓഫ് ഗവേണൻസ്, അതേമാതിരി കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ് ആൻഡ് അപ്രൈസൽ. ഗവേണൻസ് ഹാസ് ബിക്കം, ഞാൻ ഗവേണൻസിനെ പറ്റി പറഞ്ഞു, എ പ്രൊമിനന്റ് ഏരിയ ഓഫ് ഡിസ്കഷൻ ആൻഡ് എ പാർട്ട് ഓഫ് പബ്ലിക് ഡിസ്കോഴ്സ് സിൻസ് ദ ലേറ്റ് 20th century. 20ാം നൂറ്റാണ്ടിന് ശേഷം ഇത് ഒരു ഇതാണ് വളരെ, അത് അതായത് ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ രാജ്യം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, അതിനെ കൊണ്ടു നടക്കാനുള്ളത് അറിയണം. അതായത് ഏത് വിധത്തിൽ ജനങ്ങളുടെ സേവനം ചെയ്യുക, അത് എന്നും ഓർമ്മിക്കപ്പെടും. ഓരോരുത്തർ സേവനം ചെയ്യും. എന്താണ് അക്ബർ ദ ഗ്രേറ്റ്, എന്താ മറ്റുള്ളവർ ഔറംഗസീബ് ദ ഗ്രേറ്റ് എന്ന് പറയാത്തത്? അശോക ദ ഗ്രേറ്റ് എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ പറയാത്തത്? ചന്ദ്രഗുപ്ത മൗര്യരും വേറെ എന്തെങ്കിലും, സോറി, മറ്റേ പലരും ബാബറും ഗീബറും എന്തുകൊണ്ട് ഗ്രേറ്റ്? ദ ഗ്രേറ്റ്, they had done a great job, that's why. ഓക്കെ, അതേ പ്രകാരം നല്ല ലീഡേഴ്സും നല്ല എമിനന്റ് പേഴ്സണാലിറ്റിയും ഇൻഡസ്ട്രിയലിസ്റ്റും ഒക്കെ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് പിന്നെ അവര് എന്നും ഓർമ്മിക്കുന്നത്. അവരെ ചാരിറ്റിയിലും അതെ, എത്ര കണ്ടോ, ഐ തിങ്ക് വിപ്രോ 7,000 crores ഒക്കെയാണ് ചാരിറ്റിയിൽ എന്തോ കൊടുത്തിരുന്നത്, മറ്റേ അസീം പ്രേംജി. അതേമാതിരി ടാറ്റ, നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, രത്തൻ ടാറ്റ. അതാണ് കാര്യം. എന്താ കാരണം അറിയോ? എല്ലാം നമ്മൾക്ക് കിട്ടുന്നത് നമ്മുടെ അല്ല, ജനങ്ങളുടെ. നമ്മളൊരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുന്ന സമയത്തോ ഒരു സ്ഥലം അത് മറ്റുള്ളവരുടെ സ്ഥലം നമ്മൾ വാങ്ങാണ്. സോ നമ്മുടെ എല്ലാം മറ്റുള്ളവരുടെ, അതാണ് നമ്മൾ വാങ്ങുന്നത്, മനസ്സിലായില്ലേ? അപ്പോ വി ഹാവ് ടു റീപേ സംതിങ് ടു ദി സൊസൈറ്റി. അതാണ് രത്തൻ ടാറ്റയും നമ്മുടെ ഇൻഫോസിസ് ചെയർമാനും അതായത് ജനങ്ങളിൽ നിന്ന് നമ്മൾ സമ്പാദിച്ചു, പക്ഷെ അത് ജനങ്ങളിലേക്ക് തന്നെ അങ്ങോട്ട് കൊടുക്കുന്നു, മനസ്സിലായി? കാരണം നാളത്തെ ജനറേഷനും നന്നായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഗ്രേറ്റസ്റ്റ് പേഴ്സണാലിറ്റീസ് ആണ്. ഞാൻ ചെറിയ ഉദാഹരണങ്ങളാണ്, മറ്റു പലരും ഉണ്ട്. ഞാൻ അല്ല പറഞ്ഞത് ഒരാളുടെ 1-2 ആളുടെ പേര് മറ്റുള്ളവരുടെ പേര് എടുക്കാത്തോണ്ട് തെറ്റിദ്ധരിക്കരുത്. കാരണം ഞാൻ ഉദാഹരണമാണ് പറയുന്നത്. ഒന്നും നമ്മൾ ശാശ്വതമല്ല. അപ്പോ നമ്മളെ എല്ലാം മറ്റുള്ളവരുടെയാണ്. ഒരു സ്ഥലം വാങ്ങിയാലും ശരി, അതിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പൊ നമ്മൾ വെൻ വി ആർ റീച്ചിങ് ഹയർ ലെവൽ ഓർ വാട്ട് എവർ ഇസ് ദാറ്റ്, ഡോണ്ട് ഫർഗെറ്റ് ദ പാസ്റ്റ്. അത് വി ഹാവ് ടു റീപേ ബാക്ക് ടു ദ സൊസൈറ്റി. അതാണ് ഇത്ര നല്ല ആളുകൾ ചെയ്യുന്നത് ജനങ്ങൾക്ക് വേണ്ടി. അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓരോരോ വലിയ മൾട്ടിനാഷണൽ കമ്പനി ആയിക്കോട്ടെ, കോർപ്പറേറ്റ് വലിയ ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഗവൺമെന്റ് ആയിക്കോട്ടെ, അവരുടെ സെർട്ടൻ ഫണ്ട് റിസർവ് ഫോർ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR. ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി നിങ്ങൾ പാർക്ക്, സ്കൂള്, കുട്ടികളുടെ യൂണിഫോം, അതേമാതിരിയുള്ള പല അതേമാതിരി ഫിസിക്കലി ആളുകൾക്ക് വയ്യാത്ത അണേബിളായിട്ടുള്ള ആളുകൾക്ക് സംരക്ഷണം, അതേമാതിരി ഓൾഡ് ഏജ് ഹോം, ഇതൊക്കെ ഇല്ലേ നല്ല ഇതിന്റെ കമ്മ്യൂണിറ്റി സേവനം. അതിനു വേണ്ടിയിട്ട് ഫണ്ട് റിസർവ് ചെയ്യണം. അതിന് ടാക്സ് എക്സംപ്ഷൻ ഉണ്ട്, മനസ്സിലായില്ലേ? അപ്പോ
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഹാസ് എ മേജർ കോൺസ്റ്റിറ്റ്യൂവന്റ് ഓഫ് ദി സ്റ്റേറ്റ്. രാജ്യമാണ് ഭരിക്കേണ്ട, സ്റ്റേറ്റ് ആണ് ഒരു പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നടത്തുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ ഡിഫറെന്റ്. ഇതൊക്കെ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഹാസ് ആൾവേസ് ബീൻ ആൻ ഇൻസ്ട്രുമെന്റ് ടു അക്കംപ്ലിഷ് വെൽഫെയർ. ഒരു സ്റ്റേറ്റ് ആണ് ജനങ്ങളുടെ സേവനം ഇത് ചെയ്യേണ്ടത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യ ഈസ് എ വെൽഫെയർ സ്റ്റേറ്റ്. രാജ്യങ്ങളുടെ സുരക്ഷ, അതായത് പഠിക്കാനും, അതായത് എവിടെ താമസിക്കാനും, എവിടെ ജോലി ചെയ്യാനും, ഏത് മതം, ഏത് കാസ്റ്റ്, എന്തെല്ലാം ഈക്വൽ ആണ്. എല്ലാവർക്കും ഒരേ അധികാരമാണ്. മനസ്സിലായില്ലേ? അപ്പോ അത് വെൽഫെയർ ആണ്. അതേമാതിരി ഈക്വൽ സാലറി, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, അതേമാതിരി ആണും പെണ്ണും തമ്മിൽ സെപ്പറേറ്റ് സാലറി, ഈക്വൽ സാലറിയാണ് ഓരോ ജോബിന്. അങ്ങനെയൊക്കെ പല നല്ല വെൽഫെയർ ഇതുണ്ട്, പല കാര്യങ്ങളും. പിന്നെ ഓവർ ദ പാസ്റ്റ് 3 decades ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ റൈസ് ദ മാർക്കറ്റ് ഫോഴ്സസ്. കഴിഞ്ഞ ഒരു കുറെ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മാർക്കറ്റ് ഫോഴ്സ് വളരെയധികം മറിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ മതി, കണ്ണും ചിമ്പി നോക്കിയാൽ മതി. നമ്മുടെ മൊബൈലില് ഏതെല്ലാം മൊബൈലാണ്, ടി വി ഏതെല്ലാം ടി വിയാണ്, കാറുകൾ ഏതെല്ലാം കാറുകളാണ്, എയറോപ്ലെയിൻ എത്ര ബ്രാൻഡ്. പണ്ട് ആകെ ആകാശത്ത് കൂടെ 2 പ്ലെയിൻ, ഒന്ന് ഇന്ത്യൻ എയർലൈൻസ് മറ്റേ ആയിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോ എല്ലായിടത്തും കോമ്പറ്റീഷൻ, എല്ലായിടത്തും. പക്ഷെ അതുകൊണ്ട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ എയർ ഇതുണ്ടെങ്കിൽ അതിന്റെ എയർ പൊല്യൂഷൻ ഉണ്ട്. പക്ഷെ കൂടുതൽ പ്ലെയിനുകൾ ഉണ്ടെങ്കിൽ ചീപ്പ് റേറ്റും ഉണ്ട്. അപ്പൊ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. മനസ്സിലായില്ലേ? സോ ദ ഇമ്പാക്ട് ഓഫ് ഗ്ലോബലൈസേഷൻ, റൈസ് ഓഫ് മാർക്കറ്റ് ഫോഴ്സസ്, ഇൻക്രീസ് ഇൻ എക്സ്പെക്ട്. അപ്പൊ ജനങ്ങൾക്ക് എക്സ്പെക്ടേഷൻ കൂടി. നോക്കൂ, ആദ്യം തീവണ്ടിയിൽ 5 ദിവസം ചെന്നിട്ട് കഴിഞ്ഞാലും ശരി, അവിടെ എത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഇന്ന് 5 മിനിറ്റ് താമസിക്കാൻ പറ്റില്ല അവർക്ക്. അതിന് ടൊറന്റോ എക്സ്പ്രസ്, മറ്റേ ജനശതാബ്ദി, ആ ശതാബ്ദി നോൺ സ്റ്റോപ്പ്. ജനങ്ങൾക്ക് എത്രത്തോളം പെട്ടെന്ന് എത്താൻ പറ്റും. ആളുകൾ വിചാരിച്ച് ഈ പ്ലെയിനൊക്കെ ഉണ്ടെങ്കിൽ പ്ലെയിനിൽ ആരാ പോവാന്ന്. ഇല്ലേ? ഇന്ന് പ്ലെയിനിൽ ഇരിക്കാൻ സീറ്റ് ഉണ്ടോ? അപ്പോ ഇതാണ് സ്ഥിതി. അപ്പോ ജനങ്ങളുടെ ആവശ്യങ്ങളെ മറിഞ്ഞുകൊണ്ടിരിക്കണേ. സോ വൈഡൻ ഗവേണിംഗ് ആൻഡ് ആൾസോ അഷേർഡ് എ മേജർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ദ റോൾ ഓഫ് ദ സ്റ്റേറ്റ്. അപ്പോ സ്റ്റേറ്റിന്റെ റോൾ തന്നെ മാറി. വെൽഫെയർ സ്റ്റേറ്റ് ഹാസ് ബീൻ ട്രാൻസ്ഫോംഡ് ആസ് എ കോർപ്പറേറ്റ് സ്റ്റേറ്റ്. അപ്പം ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മള് ശരിക്ക് അതിന് സ്ട്രക്ചർ വേണം, അതേമാതിരി അതനുസരിച്ച് പ്രവർത്തിക്കണം, ഡെലിഗേഷൻ വേണം, പവർ ഡീസെൻട്രലൈസേഷൻ വേണം. അതൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറെ നിങ്ങൾക്കറിയാം, ഈ യുഎൻഒന്റെ ഗവേണൻസ് കൺസെപ്ച്വൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം ഞാൻ പറയാം. അതായത് ഓരോരോ ഡെഫിനിഷൻ ആണത്. ഇൻകൺസെൻട്രേഷൻ, ഡൈവേർജന്റ്, ഓരോരോ ഇതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ദി കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ് ഹാസ് ബീൻ അറ്റ്ലീസ്റ്റ് സിൻസ് ദ 40th century മുതൽക്ക് ഡിസിഷൻ മേക്കിംഗ്. ഇവിടെ ഗവേണൻസ് എന്ന് വെച്ചാൽ പ്രോംപ്റ്റ് ഡിസിഷൻ മേക്കിംഗ്. അതാണ് വളരെ പ്രധാനം. ഡിസിഷൻ കറക്റ്റ് ടൈമിൽ കറക്റ്റ് ഡിസിഷൻ എടുത്തില്ലെങ്കിൽ പോവും. മനസ്സിലായില്ലേ? ആലോചിച്ചിരുന്നുണ്ടെങ്കിൽ ചില സമയത്ത് പറ്റില്ല. എന്താണ് വേണ്ടത്, അപ്പോ ആ സമയത്ത് അത് പ്രകാരം പ്രവർത്തിക്കണം. ഓക്കെ. പിന്നെ ഗവേണൻസ്. പിന്നെ വേറൊരു കാര്യം എന്താ, അപ്പൊ പ്രോംപ്റ്റ് ഡിസിഷൻ മേക്കിംഗ്, അതാണ് ഒരു ഏബിൾ ലീഡർഷിപ്പ്. പിന്നെ സിമ്പിൾ ഡിഫൈൻ ഗവേണൻസ്, ഇന്റർ റിലേറ്റഡ്, ഡിപ്പെൻഡന്റ്. ഓരോരുത്തരും മറ്റുള്ളവരോട് ഡിപ്പെൻഡന്റ് ആണ്. ചില രാജ്യങ്ങൾ ചിലത് കിട്ടും, ചില രാജ്യങ്ങൾ അത് കിട്ടില്ല. പണ്ട് നമ്മുടെ അവിടെ മിൽക്ക് പൗഡർ ഡെൻമാർക്കൊന്നും മറ്റേ ഇവിടുന്നൊക്കെയാണ് വന്നത്. ഇപ്പൊ ഇന്ത്യ ഈസ് സഫിഷ്യന്റ്. നമ്മൾ ആയുധങ്ങൾ മറ്റുള്ള സ്ഥലത്ത് കാണും, ഇപ്പൊ ആയുധങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു. കേട്ടാ? അപ്പൊ ഇന്റർ ഡിപ്പെൻഡന്റ് ആണ് ഓരോ. ശ്രീലങ്കയിലെ വെറും ചായപ്പൊടി, ചായയില, തേയില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ എക്സ്പോർട്ടും ടൂറിസം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല, ഇൻഡസ്ട്രീസ് ഒന്നുമില്ല. അതുകൊണ്ട് നോക്കി എക്കണോമി എവിടെ കിടക്കുന്നു. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. അപ്പൊ ലെജിറ്റിമസി അതേമാതിരി. പിന്നെ ലെജിറ്റിമസി ഓഫ് ഗവൺമെന്റ്. ഞാൻ പുസ്തകം നിങ്ങൾ വായിക്കുക, ഞാൻ പറയാൻ പറഞ്ഞു. കാരണം ഇത് ഫസ്റ്റ് ക്ലാസ്. യു റീഡ് ദ ടെക്സ്റ്റ് പ്രോപ്പർലി. ഈ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ടെക്സ്റ്റ് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. വായിക്കണം. കാരണം റീഡിങ് വളരെ ഇത് കാരണം ഇത് മാത്രമല്ല, ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും നമ്മൾ അറിഞ്ഞിരിക്കണം. ന്യൂസ് പേപ്പർ വായിക്കണം. അതേമാതിരി പരീക്ഷ തലേദിവസം മാത്രം ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല. വളരെ നല്ല സ്റ്റാൻഡേർഡ് ഉള്ളതാണ്. നല്ല വിധത്തിലുള്ള അസസ്മെന്റ് നടത്തുന്നതാണ് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതേമാതിരി ഒരു ഗ്രേസ് മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അപ്പൊ അതുകൊണ്ട് പുസ്തകം വായിച്ച് മനസ്സിലാക്കി അതേ പ്രകാരം എന്തെങ്കിലും ഇതേമാതിരി ക്ലാസ് ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് യു കെൻ ഇന്ററാക്ട്. അതേമാതിരി ആൾവേസ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് that read the text properly.
ഈ പുസ്തകങ്ങളിൽ എല്ലാം വളരെ റിനൗണ്ട് പേഴ്സണാലിറ്റീസ് ഫോർമുലേറ്റ് ചെയ്താണ് അതൊക്കെ. അത് വായിക്കുക, വായിച്ച് മനസ്സിലാക്കുക. അതേ പ്രകാരം ദിനം പ്രതി ന്യൂസ് പേപ്പർ വായിക്കുക, റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ട് ചെയ്യുക. എങ്കിലാണ് ഫ്യൂച്ചറിൽ നമുക്ക് പ്രയോജനം ഉണ്ടാവും. പിന്നെ കോമ്പിറ്റൻസ് ഓഫ് ഗവൺമെന്റ് ടു മേക്ക് പോളിസി. ഓരോ ഗവൺമെന്റും പല വിധത്തിലുള്ള പോളിസി ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ജനസേവനത്തിന് വേണ്ടിയിട്ടും എഫക്റ്റീവ് ഗവേണൻസിനും വേണ്ടിയിട്ടാണ്. അപ്പൊ അതേമാതിരി ഒരു പല സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ ഗവൺമെന്റ്? എത്രയോ സർവീസ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ലേ? പെൻഷൻ കൊടുക്കുന്നില്ലേ? സാലറി കൊടുക്കുന്നില്ലേ? പ്രൊഡമണ്ട് കൊടുക്കുന്നില്ലേ? ESI കൊടുക്കുന്നില്ലേ? അല്ലേ? അങ്ങനെ പല പല സർവീസും നമ്മൾ ഇപ്പൊ നോക്കുള്ളൂ. നമ്മുടെ വോട്ടേഴ്സ് ഐഡന്റി കാർഡ്, മറ്റേ ഐഡന്റി കാർഡ്, അത് ഇത് പാസ്പോർട്ട് എല്ലാം സർവീസ് അല്ലേ ജനങ്ങളുടെ. അപ്പോ റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ദ റൂൾ ഓഫ് ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഹ്യൂമൻ റൈറ്റ്സ് എല്ലാവർക്കും ഇത് ഓരോ റൈറ്റിന് ജീവിക്കാൻ. അതേമാതിരി റൂൾ ഓഫ് ലോ നമ്മുടെ ഭരണഘടനയാണ് ഏറ്റവും വലുത്. പക്ഷെ ഓരോരോതും റൂളുണ്ട്, ഓരോരോ ആക്ട് ഉണ്ട്. ലേബർ ലോ തന്നെ 108 ഉണ്ടായിരുന്നു. അപ്പൊ അതിപ്പോ കമ്മിയാക്കിയിട്ടുണ്ട്, 4-5 ആക്കിയിട്ടുണ്ട്. ഇൻകം ടാക്സ്, സെയിൽസ് ടാക്സ്, ഈ റൂളെല്ലാം നമുക്ക് ബാധകമാണ്. അത് എനിക്ക് ബാധകമാണോ എന്ന് ചോദിക്കരുത്. അതുമെല്ലാം പാർലമെന്റ് അപ്രൂവ് ചെയ്താണ്. ഈ ആക്ടുകളെല്ലാം ബോത്ത് ഹൗസസ് ഓഫ് ഇന്ത്യൻ പാർലമെന്റ് അപ്രൂവ് ചെയ്താണ്. അത് കഴിഞ്ഞ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അവരും അപ്രൂവ് ചെയ്താണ്. അതുകൊണ്ട് ഈ നിയമം എനിക്ക് ബാധകമാണ്. ഇന്ത്യയിലത്തെ എല്ലാ നിയമവും എല്ലാവർക്കും ബാധകമാണ് കേട്ടോ. അല്ലാണ്ട് വലിയ ചെറിയ വ്യത്യാസമില്ല. എല്ലാ സിറ്റിസണും ഈക്വൽ ഇതാണ്. റൂൾ ഓഫ് ലോ എന്താണെന്ന് വെച്ചാൽ അത് പാലിക്കണം. പിന്നെ ഹ്യൂമൻ റൈറ്റിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. ഓരോരുത്തർക്കും ഓരോരോ അവകാശങ്ങളുണ്ട്. അതായത് 18 വയസ്സിന് മുമ്പേ നോക്കോളൂ, ഒരാളെ ജോലിക്ക് വെക്കരുത്. ആ സമയം അതുവരെ കുട്ടികൾ പഠിക്കേണ്ട സമയമാണ്. 14 വയസ്സ് വരെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കണം. അത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞതാണ്. അതൊക്കെ എല്ലാം റൈറ്റാണ് അവരുടെ. അങ്ങനെ അതേമാതിരി എന്താണ് നിയമങ്ങൾ, അത് പാലിക്കുക. ഓക്കെ, ഓർഗനൈസ്. പിന്നെ നമ്മുടെ വേൾഡ് ബോഡീസ് ഉണ്ട്. UNDP, OECD ഞാൻ പറഞ്ഞു. അതേമാതിരി OECD എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ, ഓരോരോ സംഘടനകൾ കേട്ടോ. പിന്നെ വേൾഡ് ബാങ്ക്, നിങ്ങൾക്ക് അറിയാലോ, വേൾഡ് ബാങ്ക് എല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോരുത്തരെയും. നമ്മൾ ലോൺ കിട്ടുന്നുണ്ട് പല വലിയ വലിയ ഇതിന്. അതിന് ലോൺ നമ്മൾ ഇൻട്രസ്റ്റും കൊടുക്കണം കേട്ടോ. പിന്നെ അപ്പൊ എന്താണ് വെച്ചാൽ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ എന്താണ് ഉദ്ദേശം എന്ന് വെച്ചാൽ ലെജിറ്റിമസി ഓഫ് ഭരിക്കുന്നതിന്റെ ലെജിറ്റിമസി, ഗവൺമെന്റിന്റെ ലെജിറ്റിമസി. ഈ സ്റ്റേബിൾ അല്ലെങ്കിൽ ഗവൺമെന്റ് സ്റ്റേബിൾ അല്ലെങ്കിൽ അവിടെ കടം കൊടുക്കില്ല കേട്ടോ. സോമാലിയക്ക് കടം കൊടുക്കുക, ഭരണം തന്നെ ഇല്ല അവിടെ, ഗവൺമെന്റ് ഇല്ലേ പ്രോപ്പറായിട്ട്. ഉഗാണ്ട, അവർക്ക് വേൾഡ് ബാങ്ക് പറഞ്ഞാൽ അത് അവർക്ക് തിരിച്ച് കിട്ടേണ്ടത് നല്ല മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. അവർക്ക് ചെറിയ നോർമൽ ഇൻട്രസ്റ്റിലാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ സ്റ്റേബിൾ ഗവൺമെന്റ് ഇല്ല എന്നെങ്കിൽ ഇപ്പൊ ശ്രീലങ്കയുടെ, ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്, അത് നല്ലൊരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. ശ്രീലങ്കയിൽ എന്താ പറ്റിയെന്ന് വെച്ചാൽ അവരെടുക്കാവുന്ന ലോൺ എല്ലാം എടുത്തിട്ടുണ്ട്. അവർക്ക് തിരിച്ചടക്കണ്ടേ, അതിനുള്ള കഴിവ് വേണ്ടേ, അവരിൽ വേണ്ടേ? അതാണ് ഒരു പ്രശ്നം. മനസ്സിലായോ? ചൈന, അതൊക്കെ ചൈനീന്ന് കണ്ടുപോകാൻ ലോൺ എടുത്തിട്ടുണ്ട്. അവര് എടുക്കാവുന്നത് IMF ഇവിടുന്നൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ ലെജിറ്റിമസി, അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അക്കൗണ്ടബിലിറ്റി, പൊളിറ്റിക്കൽ, ഒഫീഷ്യൽ, പറയേണ്ട ആവശ്യമില്ല. എല്ലാം അക്കൗണ്ടബിലിറ്റി. എല്ലാവർക്കും, മനുഷ്യന് എന്ത് ജോലി ചെയ്യുന്നു അതിന് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. ഓക്കെ, കോമ്പിറ്റൻസ് ഓഫ് ഗവൺമെന്റിന്റെ കോമ്പിറ്റൻസ്. വി ആർ വെരി ഹാപ്പി ടു സേ ദാറ്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഈവൻ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് എല്ലാം വളരെ എഫക്റ്റീവ് ആണ്. നല്ല നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട്. പിന്നെ റെസ്പെക്ട് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ UNDP, യുണൈറ്റഡ് നേഷൻ ഡെവലപ്മെന്റ് പ്രോഗ്രാം, അവരുടെ പല പല പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ വേറെ ഒന്ന്, പിന്നെ യുനെസ്കോ, യുണൈറ്റഡ് നേഷൻ എഡ്യൂക്കേഷൻ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ, അവരും വളരെയധികം പല സേവനങ്ങൾ ചെയ്യുന്നുണ്ട് ലോക രാജ്യങ്ങൾക്ക്. പിന്നെ ഗുഡ് ഗവേണൻസിനെ പറ്റിയിട്ടും ഓരോരോ NGOസിനെ പറ്റിയിട്ടും സഹായങ്ങള്, ഫൈനാൻഷ്യൽ ഹെൽപ്പ്, കൾച്ചറൽ എക്സ്ചേഞ്ച്, ഇവിടുത്തെ ആളുകൾ അവിടെ പോവുക, അവിടുത്തെ ആളുകൾ ഇവിടെ പോവുക, അങ്ങനെയൊക്കെ പല 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 കാര്യങ്ങളും. അതായത് അത് എല്ലാവരും ഒന്നാണ് എന്നുള്ള നിലയിൽ UNOന്റെ ഓരോ പോഷക സംഘടനകളാണ് ഈ പറയുന്നതൊക്കെ. അതായത് WHO, UNDP, യുനെസ്കോ, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, ഈ WTO, ഇതൊക്കെ UNOന്റെ സബ്സിഡറി ഇതാണ്, അല്ലെ വേറെ ഓഫീസേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ പിന്നെ ഗവേണൻസ് ആൻഡ് ന്യൂ പബ്ലിക് മാനേജ്മെന്റ്. ഇവിടെ പറയുന്ന വെച്ചാൽ 3 ഇപ്പോഴത്തെ ന്യൂ പബ്ലിക്, വെറും സമ്മറിയിൽ ഞാൻ പറയാം, ന്യൂ പബ്ലിക് മാനേജ്മെന്റിലെ 3 കാര്യങ്ങളാണ് ഓർമ്മിക്കേണ്ടത്. പുതിയ മാനേജ്മെന്റിലെ എഫിഷ്യൻസി, ഓക്കെ,
3 E's: എക്കണോമി ആൻഡ് എഫക്റ്റീവ്നെസ്. ഈ 3 കാര്യമാണ് ഓർക്കേണ്ടത്. അതായത് ന്യൂ പബ്ലിക് മാനേജ്മെന്റിലെ 3 E's: എഫിഷ്യൻസി, എക്കോണമി, എഫക്റ്റീവ്നെസ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ പിന്നെ വേറെ കാര്യം, ഈ ന്യൂ പബ്ലിക് മാനേജ്മെന്റിലെ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ, മോറൽ. എന്താ പറയുക സിമ്പിൾ എന്ന് പറയുന്നത്? നിങ്ങൾ ഇൻകം ടാക്സിന്റെ ഫോറം നോക്കിക്കോളൂ. പണ്ട് 5 പേജ് 6 പേജൊക്കെയാണ്. ആര് വായിക്കുന്നു? എന്നിങ്ങനെ മനസ്സിലാക്കുക? ഒന്നും മനസ്സിലാവില്ല നമുക്ക്. പാസ്പോർട്ട് ഫോമാണ് വിചാരിക്കുക. ഇപ്പൊ ഒക്കെ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. സോ സിമ്പിൾ, മൊറൽ, അക്കൗണ്ടബിൾ, റെസ്പോൺസീവ്, ട്രാൻസ്പെറന്റ്. നോക്കൂ, അതാണ് സ്മാർട്ട്. അതാണ് ന്യൂ പബ്ലിക് മാനേജ്മെന്റിൽ വേണ്ടത്. സിമ്പിൾ, അതേമാതിരി ഡയറക്റ്റ്, മൊറൽ, അക്കൗണ്ടബിൾ, എത്തിക്സ്. അതേമാതിരി അക്കൗണ്ടബിൾ, എന്ത് കാര്യം ചെയ്തതാണ് കടപ്പാട് അതിന്. പിന്നെ റെസ്പോൺസീവ്, നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചതിന് ഉത്തരം തരണ്ടേ? നമ്മൾ എന്തെങ്കിലും ഒരു ലെറ്റർ അയച്ചതിന് മറുപടി ഉണ്ടേ? എഫക്റ്റീവ് റിപ്ലൈ, റെസ്പോൺസ് ഈസ് ആൾസോ റിക്വയർഡ്. ഓക്കെ. പിന്നെ ട്രാൻസ്പെറന്റ്, സത്യസന്ധത. അതാണ് വേറൊരു കാര്യം. ഗവൺമെന്റ് പറയുന്നത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ടാക്സ് ബേസിന്റെ കാശാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പൈസ എന്ത് ചെലവാക്കണമെന്ന് ട്രാൻസ്പെറന്റ് ആയിരിക്കണം, അക്കൗണ്ടബിൾ ആയിരിക്കണം. ഓക്കെ. അപ്പൊ കോർപ്പറേറ്റ് ഗവേണൻസിനെ പറ്റി പറഞ്ഞു. അപ്പൊ നമ്മള് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഗുഡ് ഗവേണൻസ് എന്ന് പറഞ്ഞാൽ വോയിസ്, ജനങ്ങളുടെ വോയിസ് മനസ്സിലാക്കണം, അക്കൗണ്ടബിലിറ്റി വേണം, എഫക്റ്റീവ് ആയിരിക്കണം, ക്വാളിറ്റി വേണം, റെഗുലേറ്ററി അതേമാതിരി കൺട്രോൾ ചെയ്യണം, റൂൾ ഓഫ് ലോ ഇത് ചെയ്യണം, ജുഡീഷ്യറിയെ മാനിക്കണം, പിന്നെ കറപ്ഷൻ അവോയ്ഡ് ചെയ്യണം. ഓക്കെ. പിന്നെ വേറൊരു കാര്യം ഉണ്ടോ ഇതില്? യെസ്, അക്കൗണ്ടബിലിറ്റി, എഫക്റ്റീവ് ഗവൺമെന്റ്, ക്വാളിറ്റി ഓഫ് റെഗുലേറ്ററി അത് പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി, ക്യാപ്സ് ഓൺ കറപ്ഷൻ, ക്വാളിറ്റി ഓഫ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, എഫക്റ്റീവ് അതെല്ലാം പോളിസി, നല്ല പോളിസി ആയിരിക്കണം, നല്ലത് ഇത് ചെയ്യേണ്ടത്. പിന്നെ ഗവേണൻസ് ആൻഡ് ആസ് എ സോഷ്യോ സൈബർമാറ്റിക്, അതായത് എന്ന് വെച്ചാൽ നമ്മളെ എപ്പോഴും ചെയ്യുന്ന കോമൺ റിസൾട്ട് ഓഫ് ഔട്ട്കം ഓഫ് ദി ഇന്റർവെൻഷൻ എഫേർട്സ് ഓഫ് ഇൻവോൾവ്ഡ് ആക്ടേഴ്സ്. ദ പാറ്റേൺ cannot be reduced to one actor or group of actors in particular. Governance as a socio-cybernetic system എല്ലാവർക്കും കൂടി ബാധകമായിട്ടുള്ളതാണ്. പിന്നെ ഗവേണൻസ് ആസ് സെൽഫ് ഓർഗനൈസിംഗ് നെറ്റ്വർക്ക്. പിന്നെ നമ്മൾ നമ്മുടേതായ ഇന്റർഡിപെൻഡൻസ്, കണ്ടിന്യൂയിങ് ഇന്ററാക്ഷൻസ്, പിന്നെ ഗെയിം ലൈക്ക് ഇന്ററാക്ഷൻസ്, സിഗ്നിഫിക്കന്റ് ഡിഗ്രി ഓഫ് ഓട്ടോണമി ഫ്രം ദ സ്റ്റേറ്റ്. ഇതൊക്കെ അതായത് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് ഇതൊക്കെ ഉണ്ടല്ലോ എക്കണോമിക്, അതാണ് പറയുന്നത്. പിന്നെ ഫോംസ് ഓഫ് ഗവേണൻസ് ഉണ്ട്. ഫോംസ് ഓഫ് ഗവേണൻസ് പൊളിറ്റിക്കലായിട്ട് സ്റ്റേബിൾ ആയിരിക്കണം. അത് പിന്നെ നിങ്ങൾക്കറിയാലോ, അത് പൊളിറ്റിക്സ് ആണല്ലോ ഓരോരോ ഭരണം കൈകാര്യം ചെയ്യുന്നത്, ഏത് പാർട്ടിയാണ് എങ്ങനെയാണെന്ന്. പക്ഷേ എക്കണോമി അത് സ്റ്റേബിൾ ആയിരിക്കണം. രാജ്യം സുരക്ഷിതമാണെങ്കിലേ ജനങ്ങൾ സുരക്ഷിതമാവൂ. എക്കണോമി ഓർമ്മിക്കണം, ഒരു കാലത്ത് ഇന്ത്യയില് ഫോറിൻ എക്സ്ചേഞ്ച് ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ സ്റ്റെബിലൈസ് ചെയ്തു. പിന്നെ കാലക്രമേണ ഇന്ത്യ ഈസ് നൗ വൺ ഓഫ് ദ മോസ്റ്റ് വെരി ഗുഡ് കൺട്രി ആൻഡ് ഡെവലപ്പിംഗ് കൺട്രി, ഫാസ്റ്റ് ഡെവലപ്പിംഗ് കൺട്രി. മനസ്സിലായില്ലേ? അപ്പൊ സോഷ്യൽ കൺസെപ്റ്റ് ഓഫ് ഗവേണൻസ്, അപ്പൊ ഒരു അപ്രൈസൽ കൺസെപ്റ്റ്. അപ്പൊ ഇവിടെ പറയാനുള്ളത് പിന്നെ ഒരു അപ്രൈസൽ, നമ്മുടെ ഗവേണൻസിന്റെ ഏത് വിധത്തിലാണ് അത് നമ്മളൊരു ചെയ്യണം, ഒരു അനാലിസിസ് ചെയ്യണം. ഏത് വിധത്തിലാണ് നമ്മൾ ഗവേണൻസ്, പ്രോപ്പർ ആണോ അല്ലയോ, എവിടെയാണ് സെറ്റ് ബാക്ക്, അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യണം, ഇതൊക്കെ നമ്മളെ മനസ്സിലാക്കണം. കാരണം എന്താന്ന് വെച്ചാൽ തെറ്റുകൾ വരാം, പക്ഷെ ആ തെറ്റുകൾ തിരുത്തപ്പെടണം. എവിടെ സിസ്റ്റം പ്രോപ്പർ ആയിരിക്കണം, പോളിസി പ്രോപ്പർ ആയിരിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ. നൗ കൺക്ലൂഷൻ ഹിയർ, what I'm telling, governance basically focuses on the process of governing involving interactions between various formal organization പറഞ്ഞ സ്ട്രക്ചേർഡ്, ഇൻഫോർമൽ പറഞ്ഞ സ്ട്രക്ചർ ഇല്ലാത്തത്, as well as influencing the policies and decisions that concern public life. Okay. Our governance needs to be transformed to make it the key instrument towards effective implementation. Public policy properly implement ചെയ്യണം ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പോളിസി. പിന്നെ ഗവൺമെന്റ് now not only occupies center state in the development discourse, but is also considered as a crucial element to be incorporated in a development strategy. So വളരെ വികസിക്കണം, അതിനുള്ള ഇത് വേണം.
It is a policy making device that underlines transparency വേണം, accountability വേണം, responsibility, integrity, സത്യസന്ധത, legitimacy അത് വേണം of the institution as also the policy makers. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാൽ ഏറ്റവും that is the end of this stability, okay, and accountability. Okay, that is the end of this. Thank you very much.